Hi children, എല്ലാവർക്കും Xylem JEE JEEnius കമ്മ്യൂണിറ്റിയിലേക്ക് സ്വാഗതം. നമ്മളൊരു മിഷനിലാണ് 99 ദിവസം കൊണ്ട് 99% എങ്ങനെ എത്താം എന്ന് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓരോരോ ചാപ്റ്ററായിട്ട് നമ്മളിങ്ങനെ ലൈവുകൾ തന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ലൈവിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ലൈവിൻ്റെ മെയിൻ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങളെ ആ ചാപ്റ്റർ മൊത്തം പഠിപ്പിക്കുക എന്നുള്ളതല്ല മെയിൻ ഉദ്ദേശവും നിങ്ങൾക്കറിയാം. ഈ ചാപ്റ്ററിനെ കുറിച്ച് ഒരു ഓവറോൾ ഐഡിയ തരിക എന്നുള്ളത് മാത്രമാണ്. നിങ്ങൾക്ക് ടെലഗ്രാം ചാനലിൽ കൂടെ നിങ്ങൾക്ക് വേണ്ട അഡ്വൈസും അതുപോലെ DPPയും മറ്റുള്ള കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ ഇതൊരു അസിസ്റ്റന്റ് പ്രോഗ്രാമായിട്ട് നിങ്ങൾ എടുക്കണം. ഈ ലൈവ് എന്ന് പറയുന്നത് ജസ്റ്റ് നിങ്ങളെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെ പഠിക്കണം, ഒരു ചാപ്റ്ററുള്ള ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്ക് ഏതൊക്കെയാണ്, എവിടെയാണ് നിങ്ങൾ സ്ട്രെസ് ചെയ്ത് പഠിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ 1 മണിക്കൂർ 1.5 മണിക്കൂർ ലൈവ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ഇന്ന് ചെയ്യുന്ന ചാപ്റ്റർ ഏതാണെന്ന് ചോദിച്ചാൽ മോഷൻ ഇൻ എ പ്ലെയിൻ. ഇത് ബേസിക്കലി ഒരു കുറച്ച് വലിയ ചാപ്റ്ററാണ്, അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. പല കോൺസെപ്റ്റുകളും ഇതിൽ കൂടെ, അല്ലെങ്കിൽ ഈ ചാപ്റ്ററിൽ പല കോൺസെപ്റ്റുകളും നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. മെയിൻ ആയിട്ടുള്ള ടോപ്പിക്കുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ വെക്റ്റർ ഏതൊക്കെയാണ്, വെക്റ്ററിൽ എന്തൊക്കെയാണ് ഈ ചാപ്റ്ററിൽ പഠിക്കുക എന്ന് ചോദിച്ചാൽ മെയിൻ ആയിട്ടും അഡീഷൻ ഓഫ് വെക്റ്റേഴ്സ്, സബ്ട്രാക്ഷൻ ഓഫ് വെക്റ്റേഴ്സ്. ഓക്കെ, പിന്നെ നിങ്ങൾ വെക്റ്റേഴ്സിന്റെ ഡോട്ട് പ്രോഡക്റ്റും ക്രോസ് പ്രോഡക്റ്റും വേറെ ചാപ്റ്റേഴ്സിലാണ് പഠിക്കുന്നത്. അറിയാലോ നിങ്ങൾക്ക്. ഡോട്ട് പ്രോഡക്റ്റ് പഠിക്കുന്നത് നിങ്ങൾ വർക്ക് പവർ എനർജി എന്ന ചാപ്റ്ററിലാണ്, അതുപോലെ ക്രോസ് പ്രോഡക്റ്റ് പഠിക്കുന്നത് നിങ്ങൾ റൊട്ടേഷൻ എന്ന ചാപ്റ്ററിലാണ്. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്ററിൽ നിങ്ങൾ ബേസിക് ആയിട്ട് ഉള്ള കാര്യങ്ങളും അത് അഡീഷനും സബ്ട്രാക്ഷനുമാണ് മെയിൻ ആയിട്ട് പഠിക്കുന്നത്. പിന്നെ ഇക്വേഷൻ ഓഫ് മോഷൻ ഇൻ വെക്ടർ ഫോം പഠിക്കും. എന്ന് പറഞ്ഞാൽ 2 ഡയമെൻഷൻ മോഷൻ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുക, ഏത് ഇക്വേഷൻ വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ പഠിക്കും. പിന്നെ പ്രൊജക്ടൈൽ മോഷൻ, ഹൊറിസോണ്ടൽ പ്രൊജക്ടൈൽ, ഹൊറിസോണ്ടൽ പ്രൊജക്ടൈൽ, ഇൻക്ലൈൻഡ് അല്ലെങ്കിൽ ഒബ്ലിക് പ്രൊജക്ടൈൽ, പ്രൊജക്ഷൻ ഓൺ ഇൻക്ലൈൻഡ് പ്ലെയിൻ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ അറിഞ്ഞിരിക്കണം. പിന്നെ റിലേറ്റീവ് വെലോസിറ്റി ഇൻ 2 ഡയമെൻഷൻ മോഷനിൽ എങ്ങനെയാണ് റിലേറ്റീവ് വെലോസിറ്റിയെ കുറിച്ച് എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പഠിക്കും. പിന്നെ സർക്കുലാർ മോഷൻ. ഇതാണ് ആഫ്റ്റർ ഓൾ, അല്ലെങ്കിൽ ഒരു ബേസിക് ആയിട്ടുള്ള ഐഡിയ ഈ ചാപ്റ്ററിനെ കുറിച്ചുള്ള ടോപ്പിക്കുകൾ ഇവയാണ്. ആദ്യമേ തന്നെ നമുക്ക് ഈ വെക്റ്റേഴ്സ് എന്താണ് ജസ്റ്റ് ഒരു ബേസിക് ഐഡിയ പറഞ്ഞിട്ട് ഏതാനും ക്വസ്റ്റ്യനുകൾ ചെയ്തു തരിക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ ടോപ്പിക്കിൽ നിന്നെല്ലാം ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 or 3 പ്രോബ്ലംസ് വെച്ച് ചെയ്യാം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ചാറ്റ് ചെയ്യണം. നിങ്ങളുടെ ചാറ്റ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യമേ വെക്റ്റേഴ്സ് എന്നുള്ള ടോപ്പിക്കിലേക്ക് പോവാം. ഈ വെക്റ്റേഴ്സിൽ നിങ്ങൾ ബേസിക് ആയിട്ട് പഠിക്കുന്ന അഡീഷനും സബ്ട്രാക്ഷനുമാണ്. 2 വെക്റ്റർ, ഫോർ എക്സാമ്പിൾ യു ഹാവ് വെക്റ്റർ എ ആൻഡ് വെക്റ്റർ ബി. ഹിയർ ഈസ് വെക്റ്റർ എ ആൻഡ് ഹിയർ ഈസ് വെക്റ്റർ ബി. അവയുടെ മാഗ്നിറ്റ്യൂഡും അവ തമ്മിലുള്ള ആംഗിളും തന്നാൽ നമ്മൾ പറയും ആ വെക്റ്റേഴ്സ് പോളാർ ഫോമിലാന്ന് പറയും. ഓക്കെ, പോളാർ ഫോമിലാണ് വെക്റ്റേഴ്സ് എന്ന് പറയണമെങ്കിൽ അവിടെ മാഗ്നിറ്റ്യൂഡ് അറിഞ്ഞിരിക്കണം, അവിടെ ഡയറക്ഷനും അറിഞ്ഞിരിക്കണം, എന്ന് പറഞ്ഞാൽ ആംഗിളും അറിഞ്ഞിരിക്കണം. അപ്പൊ ഇങ്ങനെ പോളാർ ഫോമിൽ 2 വെക്റ്റേഴ്സ് തന്നാൽ, എന്ന് പറഞ്ഞാൽ അവയുടെ മാഗ്നിറ്റ്യൂഡും തന്നു, അവയുടെ ഇടയിലുള്ള ആംഗിളും നമുക്ക് തന്നാൽ, ഓക്കെ, ആംഗിളും തന്നാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിന്റെ റിസൾട്ടന്റിന്റെ മാഗ്നിറ്റ്യൂഡും, റിസൾട്ടന്റ് ഇതാണ്, എയുടെയും ബിയുടെയും റിസൾട്ടന്റ് ഇതാണ്, അതിന്റെ മാഗ്നിറ്റ്യൂഡും ആ റിസൾട്ടന്റ് എയുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിളും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതുപോലെ വെക്ടർ സബ്ട്രാക്ഷൻ ചെയ്യാനും നമുക്കറിയാം. ഓക്കെ, വെക്ടർ A മൈനസ് ബി എന്ന് പറഞ്ഞാൽ എയോട് -b നമ്മൾ ആഡ് ചെയ്യും. അപ്പൊ കിട്ടുന്ന വെക്ടർ ഇങ്ങനെയാണ്. ബേസിക്കലി ഇതൊരു പാരലോഗ്രത്തിന്റെ 2 ഡയഗണലാണ്. ഇത് A+B. ഓക്കെ, എയുടെയും ബിയുടെയും കോമൺ ടെർമിനൽ കൂടെ കടന്നു പോകുന്ന, കോമൺ പോയിന്റിൽ കൂടെ കടന്നു പോകുന്ന ഈ വെക്ടർ ഉണ്ടല്ലോ കുട്ടികളെ, ഈ പാരലോഗ്രത്തിന്റെ ഈ ഡയഗണൽ ഉണ്ടല്ലോ, ഇതാണ് A+B എന്ന് പറയുന്നത്. വെക്ടർ A+B. ഓക്കെ, ദ അതർ ഡയഗണൽ നിങ്ങൾക്കറിയാം, ഈ ഡയഗണൽ ഇതാണ് A-B എന്ന് പറയുന്നത്. A-B, വെക്ടർ A-B. അപ്പൊ ഈ എയുടെ മാഗ്നിറ്റ്യൂഡും ബിയുടെ മാഗ്നിറ്റ്യൂഡും ഈ ആംഗിളും A+Bയുടെ മാഗ്നിറ്റ്യൂഡും തമ്മിൽ എന്താണ് ബന്ധം എന്ന് ചോദിച്ചാൽ ഹിയർ ഈസ് ദ ഇക്വേഷൻ. നിങ്ങൾക്ക് അറിയാവുന്നതാണ്. √A² + B² + 2AB cos θയാണ് A+Bയുടെ മാഗ്നിറ്റ്യൂഡിന്റെ ഇക്വേഷൻ. ഇനി A-Bയുടെ മാഗ്നിറ്റ്യൂഡിന്റെ ഇക്വേഷൻ ആണെങ്കിൽ ഈ തീറ്റയ്ക്ക് പകരം 180 - θ കൊടുത്താൽ മതി. അതിന്റെ കാരണമൊക്കെ നിങ്ങൾക്ക് അറിയാം. അപ്പൊ നിങ്ങൾക്ക് A² + B² - 2AB cos θ എന്ന് കിട്ടും. ഇനി മിക്കവാറും കേസുകളിൽ എയ്ക്കും ബിക്കും ഒരേ മാഗ്നിറ്റ്യൂഡ് ആണെന്ന് പറയും. ഇഫ് magnitude of A is equal to magnitude of B, ഈ ഇക്വേഷൻ എങ്ങനെ വരും നോക്കാം. ഇഫ് A is equal to B, A is equal to B ആണെങ്കിൽ ഈ ഇക്വേഷനെ നമുക്ക് ഇങ്ങനെ
റെഡ്യൂസ് ചെയ്യാം. നിങ്ങൾക്കറിയാവോ 2a നിങ്ങൾക്കറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. കോസ് തീറ്റ ബൈ 2 എന്ന് ഇത് റെഡ്യൂസ്ഡ് ആവും. ഇതേ ഇക്വേഷൻ തന്നെയാണ്. ഓക്കെ, നിങ്ങൾ എയ്ക്കും ബിക്കും എന്ത് കൊടുക്കുക? എ കൊടുക്കുക. എന്നിട്ട് 1 പ്ലസ് കോസ് തീറ്റ എന്ന് പറയുന്നത് 2 കോസ് സ്ക്വയർ തീറ്റ ബൈ 2 എന്നൊക്കെ നിങ്ങൾക്ക് അറിയാം. അങ്ങനെ എഴുതി വരുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? 2a കോസ് തീറ്റ ബൈ 2 എന്ന് കിട്ടും. അതുപോലെ എ മൈനസ് ബിക്കും എന്ത് കിട്ടുമെന്ന് അറിയാവോ? 2a നോക്കിയ സിമെട്രി വരും. 2a സൈൻ തീറ്റ ബൈ 2 എന്ന് വരും. എ മൈനസ് ബി. ഓക്കെ, ഇതെപ്പോഴാണ് യൂസ് ചെയ്യേണ്ടത്? ഈ ബോത്ത് ദ വെക്ടേഴ്സ് ഹാവ് സെയിം മാഗ്നിറ്റ്യൂഡ്. രണ്ട് വെക്ടേഴ്സിനും ഒരേ മാഗ്നിറ്റ്യൂഡ് ആണെങ്കിൽ ഇക്വേഷൻ നമുക്ക് ഇങ്ങനെ റെഡ്യൂസ് ചെയ്ത് എഴുതാം. ഇതാണ് ബേസിക് ഇക്വേഷൻ. ഇത് നിങ്ങൾ ഓർത്തിരിക്കണം. ഈ ഇക്വേഷൻ്റെ ഒരു സ്പെഷ്യൽ കേസാണിത്. ഇതും വെർത്ത് മെമ്മറൈസിങ് ആണ്. കാരണം ഇത് ഓർത്തിരിക്കുവാണെങ്കിൽ പല പ്രോബ്ലം നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഇത് എ മൈനസ് ബി. ഇനിയും ഓക്കെ, അപ്പൊ മാഗ്നിറ്റ്യൂഡിനെ കുറിച്ച് ഏകദേശം ഒരു ഐഡിയ നമുക്ക് കിട്ടി. ഇനി ഡയറക്ഷനെ കുറിച്ച് എന്താണ് പറയാനുള്ളതെന്ന് ചോദിച്ചാൽ, ഈ എ പ്ലസ് ബി എന്ന് പറയുന്ന വെക്ടർ ഉണ്ടല്ലോ, ഇത് എയുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ ആൽഫയാണെന്ന് വിചാരിക്കുക. സപ്പോസ് എ പ്ലസ് ബി മേക്സ് ആൻ ആംഗിൾ ആൽഫ വിത്ത് എ. അതെങ്ങനെയാണ് ഈ ആൽഫ കണ്ടുപിടിക്കുക? അപ്പം ടാൻ ഓഫ് ആൽഫ ഈസ് ഈക്വൽ ടു ബി സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ എ പ്ലസ് ബി കോസ് തീറ്റ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. എ പ്ലസ് ബി കോസ് തീറ്റ നിങ്ങൾക്ക് അറിയാവുന്ന ഇക്വേഷനാണ്. ഓക്കെ, അതുപോലെ എ മൈനസ് ബി എയുടെ ഡയറക്ഷനുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ അല്ലെങ്കിൽ എയുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ, എയുടെ ഡയറക്ഷൻ ഇത് തന്നെയാണല്ലോ എന്ന് പറഞ്ഞാൽ ഈ ആംഗിൾ, ദിസ് ആംഗിൾ ബീറ്റയാണെന്ന് വിചാരിക്കുക. എ മൈനസ് ബി എയുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ മനസ്സിലായോ? എ പ്ലസ് ബി എയുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ ആൽഫ എന്നും എ മൈനസ് ബി എന്ന് പറയുന്ന വെക്ടർ എയുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ ബീറ്റ എന്ന് എടുക്കുവാണെങ്കിൽ ടാൻ ബീറ്റയുടെ ഇക്വേഷൻ കിട്ടാൻ വേണ്ടി തീറ്റയുടെ സ്ഥാനത്ത് 180 മൈനസ് തീറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതിയല്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ബി സൈൻ തീറ്റ ബൈ എ മൈനസ് ബി സൈൻ തീറ്റ എന്ന് കിട്ടും. ഇത് ബേസിക് ഇക്വേഷൻ ആണ്. ഇവിടെയും ആ പർട്ടിക്കുലർ കണ്ടീഷൻ നമ്മൾ അപ്ലൈ ചെയ്യുകയാണ്. ഇഫ് വെക്ടർ എ അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ എ ഈസ് ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ ബി ആണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ആൽഫ ഈസ് ഈക്വൽ ടു തീറ്റ ബൈ 2 എന്ന് കിട്ടും. തീറ്റ ബൈ 2. അതുപോലെ ബീറ്റ ഈസ് ഈക്വൽ ടു നിങ്ങൾക്ക് 90 മൈനസ് തീറ്റ ബൈ 2 എന്ന് കിട്ടും. ഈ ഇക്വേഷനിൽ നിന്ന് കിട്ടും. നിങ്ങൾ എക്കും ബിക്കും എ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ബിയുടെ സ്ഥാനത്ത് എ കൊടുക്കൂ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു റിലേഷൻ നമുക്ക് ഡിറൈവ് ചെയ്യാൻ പറ്റും. ബേസിക് ആയിട്ട് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇത്രയും അറിഞ്ഞാൽ പോരാ, അറ്റ്ലീസ്റ്റ് ഇത്രയും അറിയണം. ഇത് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലംസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇത് 2021-ലും 2019-ലും ചോദിച്ച ക്വസ്റ്റ്യൻ ആണെന്ന് നോക്കിയേ. 2 വെക്ടേഴ്സ് എക്സ് ആൻഡ് വൈ ഹാവ് ഈക്വൽ മാഗ്നിറ്റ്യൂഡ്. ഇവിടെ നോക്കൂ നിങ്ങൾ, ഈക്വൽ മാഗ്നിറ്റ്യൂഡ്. അപ്പോഴേ നമ്മുടെ ഷോർട്ട് കട്ട് ഫോർമുല നമ്മുടെ മൈൻഡിലേക്ക് വരണം. സ്പെഷ്യൽ കേസ് നിങ്ങളുടെ മൈൻഡിലേക്ക് വരണം. എന്നിട്ട് നോക്കി, മാഗ്നിറ്റ്യൂഡ് ഓഫ് എക്സ് മൈനസ് വൈ ഈസ് n ടൈംസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് എക്സ് പ്ലസ് വൈ. ഒന്നുകൂടെ ആലോചിച്ച് നോക്കിയേ, മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ ഡിഫറൻസ് ഈസ് n ടൈംസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ സം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ദെൻ ആംഗിൾ ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ തീറ്റ കണ്ടുപിടിക്കണം. ഒന്നുകൂടെ നിങ്ങൾ വായിച്ചു നോക്കൂ. റീഡ് ദ ക്വസ്റ്റ്യൻ വെൽ വൺസ് അഗെയിൻ. ഇവിടെ സ്ട്രൈക്കിംഗ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് ചോദിച്ചാൽ ബോത്ത് ഓഫ് ദം ഹാവ് ഈക്വൽ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് എളുപ്പം ചെയ്യാൻ പറ്റും. എക്സിൻ്റെയും വൈയുടെയും മാഗ്നിറ്റ്യൂഡ് എ എന്ന് ഞാൻ കരുതുക എ. അപ്പം നമുക്ക് എ മൈനസ് ബിയുടെ മാഗ്നിറ്റ്യൂഡിൻ്റെ ഇക്വേഷൻ ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? എ മൈനസ് ബിയുടെ മാഗ്നിറ്റ്യൂഡിൻ്റെ എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് വൈയുടെ മാഗ്നിറ്റ്യൂഡിൻ്റെ 2a സൈൻ തീറ്റ ബൈ 2 ആണ് എക്സ് മൈനസ് വൈയുടെ മാഗ്നിറ്റ്യൂഡ്. അത് n ടൈംസ് ആണ്. n ടൈംസ് എന്തിൻ്റെ മാഗ്നിറ്റ്യൂഡിന്? എക്സ് പ്ലസ് വൈയുടെ മാഗ്നിറ്റ്യൂഡിന് n ടൈംസ് ആണ്. അപ്പം എ പ്ലസ് ബി, എയും ബി ഈക്വൽ ആവുമ്പോൾ 2a എങ്ങനെ എഴുതാം? 2a കോസ് തീറ്റ ബൈ 2 എന്ന് എഴുതാം. ശരിയല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പം നമുക്കൊരു റിലേഷൻ കിട്ടിയിട്ടുണ്ട്. ടാൻ തീറ്റ ബൈ 2 ഈസ് ഈക്വൽ ടു വാട്ട് ഡിഡ് യു ഗെറ്റ്? ടാൻ തീറ്റ ബൈ 2 ഈസ് ഈക്വൽ ടു n എന്ന് കിട്ടി. ഇനി നിങ്ങളുടെ ഓപ്ഷനിലേക്ക് നോക്കുക. ടാനിൻ്റെ ഫോമിൽ ഒന്നുമില്ല ഇല്ല, എല്ലാം കോസ് ഇൻവേഴ്സ് എന്നാണ് തന്നിട്ടുള്ളത്. അപ്പോൾ കോസ് ടാനും നമ്മളുള്ള റിലേറ്റ് ചെയ്യുന്ന ഏതെങ്കിലും ഇക്വേഷൻ ഉണ്ടോ നോക്കുക. നിങ്ങൾക്ക് ഇക്വേഷൻ പരിചിതമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. നോക്കിയേ, കോസ് 2 തീറ്റ ഈസ് ഈക്വൽ ടു, നിങ്ങൾ ആരും JEE പഠിക്കുന്ന കുട്ടികളല്ലേ, യു മസ്റ്റ് നോ ദിസ് ഇക്വേഷൻ. കോസ് 2 തീറ്റ ഈസ് ഈക്വൽ ടു 1 മൈനസ് ടാൻ സ്ക്വയർ തീറ്റ, ഓർമ്മയുണ്ടോ? ഡിവൈഡഡ് ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ. പക്ഷെ ഞാൻ തീറ്റ അല്ല, എനിക്ക് തീറ്റ ബൈ 2 എൻ്റെ കയ്യിലുള്ളത്. അപ്പം തീറ്റയ്ക്ക് പകരം തീറ്റ ബൈ 2 ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു.
അപ്പോൾ 2 തീറ്റയ്ക്ക് പകരം തീറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, ഈ തീറ്റയ്ക്ക് പകരം തീറ്റ ബൈ 2. അപ്പോൾ ഞാനൊരു ചെറിയ മാറ്റം ഇതിൽ വരുത്തുകയാണ്. 2 തീറ്റയ്ക്ക് പകരം തീറ്റ കൊടുക്കുകയാണെങ്കിൽ നോക്കിയേ, അപ്പോൾ തീറ്റയ്ക്ക് പകരം തീറ്റ ബൈ 2 കൊടുക്കണം. ഇങ്ങനെ എഴുതാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് ടാൻ സ്ക്വയർ തീറ്റ ബൈ 2 അല്ലെങ്കിൽ ടാൻ തീറ്റ ബൈ 2 എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ കോസ് തീറ്റ ഈസ് ഈക്വൽ ടു വാട്ട് ഡു ഐ ഗെറ്റ്? ഐ ഗെറ്റ് 1 മൈനസ് എൻ സ്ക്വയർ ഡിവൈഡഡ് ബൈ 1 പ്ലസ് എൻ സ്ക്വയർ എന്ന് കിട്ടി അല്ലേ? ഇതിൽ നിന്ന് എളുപ്പത്തിൽ തീറ്റ ഈസ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ്. ഓക്കെ, കോസ് ഇൻവേഴ്സ് വാട്ട്? 1 മൈനസ് എൻ സ്ക്വയർ ഡിവൈഡഡ് ബൈ 1 പ്ലസ് എൻ സ്ക്വയർ എന്ന് കിട്ടി. കണ്ടോ എത്ര പെട്ടെന്ന് കിട്ടിയെന്ന് നോക്കി. കണ്ടോ, ഇത് ബേസിക് ഇക്വേഷൻ വെച്ചിട്ട് ചെയ്യാൻ പറ്റുമോ? അതും പറ്റും. ബേസിക് ഇക്വേഷൻ വെച്ചിട്ട് ചെയ്യാൻ പറ്റും. ഇതൊരു സ്പെഷ്യൽ കേസുള്ള ഇക്വേഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ഇത് യൂസ് ചെയ്യുവാണെങ്കിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് കുറച്ച് മാത്തമെറ്റിക്സ് ബാക്ക്ഗ്രൗണ്ടും ഉണ്ട്, ഇതിൻ്റെ സ്പെഷ്യൽ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാമെങ്കിൽ വളരെ പെട്ടെന്ന് ആൻസറിൽ എത്താൻ പറ്റും. ഇത് തിരിച്ചും ചോദിക്കാം കേട്ടോ. എന്താണെന്ന് അറിയാവോ? എ പ്ലസ് ബിയുടെ മാഗ്നിറ്റ്യൂഡ് എൻ ടൈംസ് എ മൈനസ് ബിയുടെ മാഗ്നിറ്റ്യൂഡ് ആണെന്ന് പറയും. അപ്പോൾ ഈ എൻ ഇവിടെ എഴുതണം, എൻ ഇവിടെ എഴുതണം. അപ്പം ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു 1 ബൈ എൻ എന്ന് വരും ഇല്ലേ? അപ്പോൾ ഈ ടാൻ തീറ്റയുടെ സ്ഥാനത്ത് ഇവിടെ 1 ബൈ എൻ സ്ക്വയർ വരും, ഇവിടെയും 1 ബൈ എൻ സ്ക്വയർ വരും. അപ്പോൾ എങ്ങനെ വരും? എൻ സ്ക്വയർ മൈനസ് 1 ഡിവൈഡഡ് ബൈ എൻ സ്ക്വയർ പ്ലസ് 1 എന്ന ആൻസർ വരും. കോസ് തീറ്റ ഈസ് ഈക്വൽ ടു ദാറ്റ്. ഓക്കെ, എങ്ങനെ വേണമെങ്കിലും തിരിച്ചും മറിച്ചും ചോദിക്കാം. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ഇനി അടുത്തതിലേക്ക് ഞാൻ പോവുകയാണ്. സി, ഡിഡ് ഓൾ ഓഫ് യു അണ്ടർസ്റ്റാൻഡ്? ഫീഡ് മീ ബാക്ക്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഈ ഇക്വേഷൻ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഈ ഇക്വേഷൻ അറിയില്ല എന്ന് പറഞ്ഞാൽ ഐ കനോട്ട് ഹെൽപ്പ് യു. യു മസ്റ്റ് നോ ദാറ്റ് ഇക്വേഷൻ. മനസ്സിലാവുന്നുണ്ടോ കുട്ടികളെ? ജസ്റ്റ് ഗിവ് മീ എ ഫീഡ്ബാക്ക്. സ്പീഡ് കൂടി പോകുന്നുണ്ടോ? എൻ്റെ ഒപ്പം എത്താൻ പറ്റുന്നുണ്ടോ? സ്പീഡ് കൂടി പോകുന്നുണ്ടോ? എന്തെങ്കിലും ഒന്ന് പറയണേ. ഓക്കെ, അടുത്ത പ്രോബ്ലത്തിലേക്ക് പോവാം. അടുത്ത പ്രോബ്ലം കുറച്ചുകൂടെ ചലഞ്ചിങ് ആയിട്ടുള്ള പ്രോബ്ലമാണ് ഞാൻ സെലക്ട് ചെയ്തേക്കുന്നത്. ശ്രദ്ധിക്കുക, വളരെ ശ്രദ്ധിച്ച് നോക്കുക. 3 പാർട്ടിക്കിൾ PQR are moving along vectors A is equal to I plus J. കണ്ടോ? B is equal to J plus K and C is equal to minus I plus J. 3 വെക്ടേഴ്സ് മൂവ് ചെയ്യുന്ന ലൈൻ അല്ലെങ്കിൽ ഡയറക്ഷൻ തന്നിട്ടുണ്ട്. ഇവ വെലോസിറ്റി അല്ല കേട്ടോ. ഡോണ്ട് തിങ്ക് ദാറ്റ് ദേ ആർ വെലോസിറ്റി. അവ പൊസിഷൻ വെക്ടർ അല്ല, വെലോസിറ്റി അല്ല, ഒന്നുമല്ല. അതെന്താണ്? ദാറ്റ് ഈസ് ദ ഡയറക്ഷൻ ഇൻ വിച്ച് ദ പാർട്ടിക്കിൾ മൂവ്. അപ്പൊ ഏത് ഡയറക്ഷൻ? പി എന്ന് പറയുന്ന പാർട്ടിക്കിൾ ഏത് ഡയറക്ഷനാണ് മൂവുന്നത്? ഈ ഡയറക്ഷൻ I പ്ലസ് ജെ ഡയറക്ഷൻ മൂവ് ചെയ്യുന്നു. ക്യൂ ഏതിലെ മൂവ് ചെയ്യുന്നു? J പ്ലസ് കെ ഡയറക്ഷൻ മൂവ് ചെയ്യുന്നു. R എങ്ങനെ മൂവ് ചെയ്യുന്നു? മൈനസ് I പ്ലസ് ജെ. ദേ ആർ നോട്ട് ദെയർ വെലോസിറ്റി, ദേ ആർ നോട്ട് ദെയർ പൊസിഷൻ വെക്ടേഴ്സ് ഓൾസോ. ഓക്കെ, ഇനി എന്താ ചെയ്തേ? ദേ സ്ട്രൈക്ക് ഓൺ എ പോയിന്റ് ആൻഡ് സ്റ്റാർട്ട് ടു മൂവ് ഡിഫറെന്റ് ഡയറക്ഷൻ. അവ കൊളൈഡ് ചെയ്തു, മൂന്നോടെ വന്ന് കൂട്ടിയിടിച്ചു. പിന്നെ ഇവിടെ വെലോസിറ്റി മാറി, ഡയറക്ഷൻ ഓഫ് മോഷൻ മാറി. എങ്ങനെയാണെന്നാ പറഞ്ഞത്? നൗ പി ഈസ് മൂവിങ് നോർമൽ ടു ദ പ്ലെയിൻ ഇൻ വിച്ച് വെക്ടർ എ ആൻഡ് വെക്ടർ ബി. വെക്ടർ എയും വെക്ടർ ബി ഉള്ള പ്ലെയിന് നോർമൽ ആയിട്ടാണ് ഇപ്പൊ പി മൂവ് ചെയ്യുന്നത്. നോർമൽ, 2 വെക്ടേഴ്സ് കണ്ടെയ്ൻ ചെയ്യുന്ന പ്ലെയിന് നോർമൽ. അപ്പൊ ഈ 2 വെക്ടേഴ്സിന് നോർമൽ ആയിട്ടുള്ള ഒരു വെക്ടർ നമുക്ക് വേണം. അതാണ് വെലോസിറ്റിയുടെ ഡയറക്ഷൻ, ക്യൂവിന്റെ ഡയറക്ഷൻ. എങ്ങനെയാണ് 2 വെക്ടേഴ്സിന് പെർപെൻഡിക്കുലർ ആയിട്ടൊരു വെക്ടേഴ്സ് നമ്മൾ ഫോം ചെയ്യുന്നത്? അവനെ ആഡ് ചെയ്താൽ മതിയോ? ആഡ് ചെയ്താൽ അവയുള്ള പ്ലെയിനിലുള്ള വേറൊരു വെക്ടർ കിട്ടിയുള്ളൂ. സബ്ട്രാക്ട് ചെയ്താലും അങ്ങനെ കിട്ടുള്ളൂ. മൂന്നാമതൊരു വെക്ടർ ഇൻ പെർപെൻഡിക്കുലർ ടു ദ ഗിവൺ വെക്ടർ എന്ന് പറഞ്ഞാൽ ക്രോസ് പ്രോഡക്റ്റ് എടുക്കണം, എല്ലാവർക്കും അറിയാം. അപ്പം സി ഹിയർ, എനിക്ക് എയുടെയും ബിയുടെയും ക്രോസ് പ്രോഡക്റ്റ് എടുക്കുകയാണെങ്കിൽ എന്ത് കിട്ടും? എ ഡയറക്ഷൻ പെർപെൻഡിക്കുലർ ടു എ ആൻഡ് ബി കിട്ടും. ഓക്കെ, മാത്രമല്ല സിമിലർലി ക്യൂ ഈസ് മൂവിങ് നോർമൽ ടു ദ പ്ലെയിൻ ഇൻ വിച്ച് എ ആൻഡ് സി. എയും സി ഉള്ള പ്ലെയിന് നോർമൽ ആയിട്ടാണ് ക്യൂ മൂവ് ചെയ്യുന്നത്. അപ്പോൾ അവിടെയും ഞാൻ ക്രോസ് പ്രോഡക്റ്റ് എടുക്കും. ക്രോസ് പ്രോഡക്റ്റ് എടുത്താൽ മാത്രം മതിയോ? ഇല്ല, മാഗ്നിറ്റ്യൂഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം, എന്നാലേ യൂണിറ്റ് വെക്ടർ ആകുള്ളൂ. സി ഹിയർ വാട്ട് ഐ എം ഡൂയിങ് ഈസ് വെലോസിറ്റി ഓഫ് പി ഉണ്ടല്ലോ കുട്ടികളെ, ലെറ്റ് മീ റൈറ്റ് ഇറ്റ്. വെലോസിറ്റി ഓഫ് പിയുടെ ഡയറക്ഷനുള്ള യൂണിറ്റ് വെക്ടർ. So what I am writing, carefully listen, unit vector in the direction of velocity of P. How will I get? A cross B എടുക്കുക, എന്നിട്ട് യൂണിറ്റ് വെക്ടർ വേണമെങ്കിൽ A ക്രോസ് B യുടെ മാഗ്നിറ്റ്യൂഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. What did I get? I got the unit vector in the direction of velocity of P after collision. Before collision കാര്യമല്ല ഞാൻ പറഞ്ഞത്. After collision, it is given that
P moves perpendicular to the plane containing vector A and vector B. Therefore, I can get a vector, unit vector in that particular direction if I do this work. See this one. എന്ന് പറഞ്ഞാൽ എയുടെയും ബിയുടെയും ക്രോസ് പ്രൊഡക്റ്റ് എടുക്കുക. ആദ്യമേ ക്രോസ് പ്രൊഡക്റ്റ് എടുക്കൂ. എയുടെയും ബിയുടെയും ക്രോസ് പ്രൊഡക്റ്റ് എടുക്കൂ. ഐ ക്രോസ് ജെ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം, കെ ആണ്. ലെറ്റ് മീ റൈറ്റ് കെ. ഇനിയും നോക്കൂ, ഐ ക്രോസ് കെ. ഐ ക്രോസ് കെ മൈനസ് ജെ ആണ്. ദെർഫോർ മൈനസ് ജെ ഞാൻ എഴുതി. ഇനി നോക്കിയേ, ജെ ക്രോസ് ജെ 0 ആണ്. ജെ ക്രോസ് കെ ഐ ആണ്. ദെർഫോർ ഐ. അപ്പം എ ക്രോസ് ബി ഞാൻ എഴുതി. ഇനി എന്ത് ചെയ്യണം? അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എല്ലാവർക്കും അറിയാം, √3 ആണ് ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ്. അപ്പം എനിക്കിപ്പോൾ കിട്ടിയത് എന്താ? വെലോസിറ്റി ഓഫ് പി യുടെ ഡയറക്ഷനുള്ള യൂണിറ്റ് വെക്ടർ. യൂണിറ്റ് വെക്ടർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് വെലോസിറ്റി ഓഫ് പി. Similarly, let me find out the unit vector in the direction of velocity of q. എന്ത് ചെയ്യുക? ഇതുപോലെ തന്നെ ചെയ്യാം നമുക്ക്. എന്താ? എ ക്രോസ് സി, എക്കും സിക്കും പെർപെൻഡിക്കുലർ ആണ്. എ ക്രോസ് സി ഡിവൈഡഡ് ബൈ എ ക്രോസ് സിയുടെ വാട്ട്? മാഗ്നിറ്റ്യൂഡ്. എ ക്രോസ് സി ചെയ്യൂ. എ ക്രോസ് സി എന്ന് പറഞ്ഞാൽ ഐ ക്രോസ് മൈനസ് ഐ 0 ആയിപ്പോയി. ഐ ക്രോസ് ജെ. ഐ ക്രോസ് ജെ എന്താണെന്ന് നിങ്ങൾക്കറിയാം, കെ ആണെന്ന് നിങ്ങൾക്കറിയാം. ഐ ക്രോസ് ജെ. ഇനിയും ജെ ക്രോസ് മൈനസ് ഐ. ജെ ക്രോസ് ഐ മൈനസ് കെ ആ. അപ്പം ജെ ക്രോസ് മൈനസ് ഐ പ്ലസ് കെ ആ. അപ്പം ഒരു കെ ഇവിടെ എന്ന് പറഞ്ഞാൽ 2k ആയി. പിന്നെ നമുക്കുള്ളത് എന്താ? ജെ ക്രോസ് ജെ 0 ആണ്. അപ്പം 2k അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ മറക്കരുത്. ഡിവൈഡഡ് ബൈ 2 ദാറ്റ് ഈസ് ഈക്വൽ ടു കെ. ഇനി 2 യൂണിറ്റ് വെക്ടർ നിങ്ങളുടെ കയ്യിലുണ്ട്. അതിൻ്റെ ഡോട്ട് പ്രോഡക്റ്റ് എടുത്താൽ എന്ത് കിട്ടും? What is the dot product of 2 unit vectors? Dot product of 2 unit vectors is the cosine of the angle between them. നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. Dot product of 2 unit vector. എയും ബി യൂണിറ്റ് വെക്ടർ ആണെങ്കിൽ എ ഡോട്ട് ബി എന്ന് പറഞ്ഞാൽ എയുടെ മാഗ്നിറ്റ്യൂഡ് 1, ബിയുടെ മാഗ്നിറ്റ്യൂഡ് 1, കോസ് ഓഫ് ദ ആംഗിൾ ബിറ്റ്വീൻ 1 × 1 × cos θ എന്ന് പറഞ്ഞാൽ cos θ കിട്ടും. അപ്പോൾ ഇതിൻ്റെ യൂണിറ്റ് വെക്ടർ ആയതുകൊണ്ട് ഡയറക്റ്റ് ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുകയാണെങ്കിൽ യു വിൽ ഗെറ്റ് കോസ് ഓഫ് ദ ആംഗിൾ ബിറ്റ്വീൻ ദം. cos θ ഈസ് ഈക്വൽ ടു വെലോസിറ്റി ഓഫ് പി ഡയറക്ഷൻ ഡോട്ട് വി ക്യൂ. ഓക്കെ, ഇതിൻ്റെ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കും കുട്ടികളെ. ഇതിൻ്റെ ഡോട്ട് പ്രോഡക്റ്റ് കെ യു ആയിട്ട് ഇതിൻ്റെ ഡോട്ട് പ്രോഡക്റ്റ് വാട്ട് യു വിൽ ഗെറ്റ് 1/√3 എന്ന് കിട്ടും. 1/√3 എന്ന് പറഞ്ഞാൽ ഈ 2 വെലോസിറ്റികൾ തമ്മിലുള്ള ആംഗിൾ കൊസൈൻ ഓഫ് ദ ആംഗിൾ 1/√3 ആണ്. ഇവിടെ എന്താ തന്നിട്ടുള്ളത്? 1/√x എന്നാണ് തന്നിട്ടുള്ളത്. ജസ്റ്റ് ഇക്വേറ്റ് ഇറ്റ് വിത്ത് 1/√x. √x. It is given in the question as √x. Therefore, x is equal to 3 എന്ന് കിട്ടി. x is equal to 3. That is what. ഇത് മനസ്സിലായോ? ഇത് മനസ്സിലായില്ലേ? വീണ്ടും പറഞ്ഞു തരാം, ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ. ഒന്നുകൂടെ ഞാൻ പറഞ്ഞു തരാം. 3 പാർട്ടിക്കിൾ ഈ പറഞ്ഞിട്ടുള്ള ഡയറക്ഷൻ മൂവ് ചെയ്യുകയായിരുന്നു. എന്നിട്ടോ ഏതോ പോയിന്റിൽ അവ കൊളൈഡ് ചെയ്തതിന് ശേഷം പിയുടെ വെലോസിറ്റി എ വെക്ടർ എയും വെക്ടർ ബിയും കണ്ടെയ്ൻ ചെയ്യുന്ന പ്ലെയിന് പെർപെൻഡിക്കുലർ ആയി. അതുപോലെ ക്യൂവിൻ്റെ വെലോസിറ്റി വെക്ടർ എയും വെക്ടർ സിയും കണ്ടെയ്ൻ ചെയ്യുന്ന പ്ലെയിനിന് പെർപെൻഡിക്കുലർ. ആ പെർപെൻഡിക്കുലർ വെക്ടേഴ്സ് ഉണ്ടല്ലോ, ആ ഡയറക്ഷനുള്ള യൂണിറ്റ് വെക്ടർ കിട്ടണമെങ്കിൽ എ ക്രോസ് ബി ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ക്രോസ് ബി ചെയ്താൽ മതി. ഇത് നിങ്ങൾ മാത്സിൽ പഠിക്കുന്നതാണ്. ഈ ക്വസ്റ്റ്യനിൽ യാതൊരു വിധ ഫിസിക്സും ഇല്ല. ഫിസിക്സ് ഒന്നുമില്ല, മാത്സ് മാത്രമാണ്. ഓക്കെ, ഇനിയും ലെറ്റസ് ഇക്വേഷൻ ഓഫ് മോഷൻ ഇൻ വെക്ടർ ഫോം. നമ്മൾ സാധാരണ ഇക്വേഷൻ ഓഫ് മോഷൻ എങ്ങനെ എഴുതുന്നത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇക്വേഷൻ ഓഫ് മോഷൻ നമ്മൾ 1 ഡയമെൻഷൻ മോഷൻ ആണെങ്കിൽ സിമ്പിളായിട്ട് ഇങ്ങനെ എഴുതും. വി ഈസ് ഈക്വൽ ടു യു പ്ലസ് എ ടി. വി ഈസ് ഈക്വൽ ടു യു പ്ലസ് എ ടി. ഇതേ സ്ഥാനത്ത് നോക്കിയ കുട്ടികളെ 2 ഡയമെൻഷൻ മോഷനോ 3 ഡയമെൻഷൻ മോഷനോ ആണെങ്കിൽ വെക്ടർ ഫോമിൽ എഴുതണം. വി ഈസ് ഈക്വൽ ടു യു പ്ലസ് എ ടി എന്ന് എഴുതാം. പക്ഷേ വിയും യുവും എയും എല്ലാം വെക്ടർ ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ വി വിൽ ഹാവ് 3 കമ്പോണൻറ്റ്. 3 ഡയമെൻഷൻ മോഷൻ ആണെങ്കിൽ യുവിന് ഒന്നിൽ കൂടുതൽ കമ്പോണൻ്റ് ഉണ്ട്, എയ്ക്ക് ഒന്നിൽ കൂടുതൽ കമ്പോണൻ്റ് ഉണ്ട്. സിമിലർലി വി വിൽ റൈറ്റ് എക്സ് ഈസ് ഈക്വൽ ടു വാട്ട്? x0 പ്ലസ് യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. ഇൻ 1 ഡയമെൻഷൻ മോഷൻ വി റൈറ്റ് ലൈക്ക് ദാറ്റ്. ബട്ട് ഇൻ മൾട്ടി ഡയമെൻഷണൽ മോഷൻ എക്സ് അല്ല നമ്മൾ യൂസ് ചെയ്യുന്നത്. മോഷൻ ക്യാൻ ബി ഇൻ പ്ലെയിൻ. അപ്പോൾ ആർ, വെക്ടർ ആർ, പൊസിഷൻ വെക്ടർ ആർ.
is equal to R0, position vector when t is equal to 0, initial position vector, plus ut, okay, u vector ആയിരിക്കണം, plus half a t square. A vector ഫോമിൽ എഴുതണം. സിമ്പിൾ ആണ്, വെക്ടർ ഫോമിൽ എഴുതിയാൽ മതി. ഇനി നോക്കിയേ നിങ്ങൾ വൺ ഡയമെൻഷൻ മോഷൻ നിങ്ങൾ വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഈസ് ഈക്വൽ ടു 2ax മൈനസ് x0 എന്ന് എഴുതും. അതാണ് എസ് ഇല്ലേ? എക്സ് മൈനസ് x0 ഫൈനൽ പൊസിഷൻ മൈനസ് ഇനീഷ്യൽ പൊസിഷൻ, വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഈസ് ഈക്വൽ 2as എന്ന് എഴുതുന്ന പോലെ. ഇവിടെ നമ്മൾ എങ്ങനെ എഴുതുമെന്ന് ചോദിച്ചാൽ, എങ്ങനെ എഴുതണമെന്ന് ചോദിച്ചാൽ വി സ്ക്വയർ, വെലോസിറ്റിയുടെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ വി ഡോട്ട് വി ആണ്, വി സ്ക്വയർ എന്ന് പറഞ്ഞാൽ വി ഡോട്ട് വി, ദെയർഫോർ വി ഡോട്ട് വി അതാണ് വി സ്ക്വയർ മൈനസ് യു ഡോട്ട് യു സ്ക്വയർ ആയി ഈസ് ഈക്വൽ ടു 2a വെക്ടർ എ ഡോട്ട് ആർ മൈനസ് R0. ഇതാണ് മൾട്ടി ഡയമെൻഷനിലെ വെക്ടർ ഇക്വേഷൻ ഓഫ് മോഷൻ ഇൻ വെക്ടർ ഫോം. ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. യു മസ്റ്റ് നോ ആൻഡ് യു മസ്റ്റ് ബി ഏബിൾ ടു അപ്രീഷിയേറ്റ് ഇറ്റ്. ഇതെന്താണ്? ആർ മൈനസ് R0 എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് ആണ്. എക്സ് മൈനസ് x0 പോലെ ആർ മൈനസ് R0 ഡിസ്പ്ലേസ്മെന്റ് ആണ്. വി ഡോട്ട് വി എന്താണ്? എ വെക്ടർ ഡോട്ട് പ്രോഡക്റ്റ് ഓഫ് എ വെക്ടർ ടു ഇറ്റ് സെൽഫ് ഗീവ്സ് ഇറ്റ് സ്ക്വയർ ഓഫ് ഇറ്റ്സ് മാഗ്നിറ്റ്യൂഡ്. നമ്മൾ പഠിച്ചതാണ്. വി സ്ക്വയർ ആണ്, സ്ക്വയർ ഓഫ് മാഗ്നിറ്റ്യൂഡ്. യു ഡോട്ട് യു സ്ക്വയർ ഓഫ് ഇറ്റ്സ് മാഗ്നിറ്റ്യൂഡ്, യു സ്ക്വയർ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ അറിയാമെങ്കിൽ ഇത് ഉപയോഗിച്ച് ക്വസ്റ്റ്യൻസ് പല പ്രാവശ്യം വന്നിട്ടുണ്ട്. സിമ്പിളായിട്ട് മാർക്ക് കിട്ടുന്ന പോർഷനാണ്. നമുക്കൊന്ന് നോക്കാം. സി ഹിയർ എന്താണ്? സ്റ്റാർട്ടിങ് ഫ്രം ദ ഒറിജിൻ അറ്റ് t is equal to 0. അപ്പോൾ R0 എന്തൊക്കെയാ? സ്റ്റാർട്ടിങ് ഫ്രം ഒറിജിൻ. അപ്പോൾ R0 0 ആണ്, ഒറിജിനിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. വിത്ത് ഇനീഷ്യൽ വെലോസിറ്റി 5j, യു തന്നിട്ടുണ്ട്. എ പാർട്ടിക്കിൾ മൂവ്സ് ഇൻ XY പ്ലെയിൻ, 2 ഡയമെൻഷണൽ മോഷൻ ആണ്. XY പ്ലെയിൻ, പാർട്ടിക്കിൾ മൂവ്സ് ഇൻ XY പ്ലെയിൻ വിത്ത് കോൺസ്റ്റന്റ് ആക്സലറേഷൻ, യൂണിഫോംലി ആക്സലറേറ്റഡ് മോഷൻ ആണ്. XY പ്ലെയിനിലാണ്, അതുകൊണ്ടാണ് ആക്സലറേഷന് 2 കമ്പോണന്റേ ഉള്ളൂ, 3 കമ്പോണന്റ് ഇല്ല. XYZ പ്ലെയിനാണ് ചിലപ്പോൾ ആക്സലറേഷൻ 3 കമ്പോണന്റ് ഉണ്ടാകും. ഹിയർ ഓൺലി 2 കമ്പോണന്റ്സ് ആർ ദെയർ. ഓക്കെ, കോൺസ്റ്റന്റ് ആക്സലറേഷൻ ആണ്. ദെയർ ഇസ് നോ ടൈം ഡിപ്പെൻഡന്റ്. ടൈം ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള ആക്സലറേഷൻ ആണെങ്കിൽ നമ്മൾ പറഞ്ഞ ഒരു ഇക്വേഷനും യൂസ് ചെയ്യാൻ പറ്റില്ല. ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, ഇത് എപ്പോഴാണ് നമ്മൾ യൂസ് ചെയ്യുക? ആക്സലറേഷൻ യൂണിഫോം ആണെങ്കിൽ മാത്രമേ ഈ ഇക്വേഷൻ വാലിഡിറ്റി ഉള്ളൂ. അതർവൈസ് യു വിൽ ഹാവ് ടു ഗോ ഫോർ ഇന്റഗ്രേഷൻ മെത്തേഡ്. See, this is a uniformly accelerated motion. At time t, its coordinate is, കണ്ടോ, ഫൈനൽ പൊസിഷൻ തന്നിട്ടുണ്ട്. കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും തന്നിട്ടുണ്ട്. വാല്യൂ ഓഫ് ടി ആൻഡ് y0. ഒന്നുകൂടെ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കൂ. കണ്ടുപേടിക്കേണ്ട, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇറ്റ് ഇസ് നോട്ട് ഹാംഫുൾ. നോക്കൂ, ലെറ്റ് മീ റൈറ്റ് ദ ഇക്വേഷൻ. വാട്ട് ഈസ് ഇക്വേഷൻ? ആർ ഫൈനൽ പൊസിഷൻ ഈസ് ഈക്വൽ ടു R0 ഇനീഷ്യൽ പൊസിഷൻ plus ut plus half a t square. ഓക്കെ, ഈ ഫൈനൽ പൊസിഷന് 2 കമ്പോണന്റ് ഉണ്ട്, 20യും y0യും. അപ്പം ലെറ്റ് മീ റൈറ്റ് ഫൈനൽ പൊസിഷൻ എന്ന് പറഞ്ഞാൽ എന്താ? 20i പ്ലസ് y0j, ദാറ്റ് ഈസ് ഫൈനൽ പൊസിഷൻ. R0 എന്താ? ഇനീഷ്യൽ പൊസിഷൻ നൾ വെക്ടർ ആണ്. സ്റ്റാർട്ടിങ് ഫ്രം ഒറിജിൻ എന്ന് പറയുന്നുണ്ട്. സ്റ്റാർട്ടിങ് ഫ്രം ഒറിജിൻ നോക്കൂ, സ്റ്റാർട്ടിങ് ഫ്രം ഒറിജിൻ, ദാറ്റ് മീൻസ് R0 ഈസ് 0. ഇനി യു എത്രയാ? 5j ആണ്. അതിനെ ടി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 5tj എന്ന് എഴുതി, 5tj ut എഴുതി. ഇനി ഹാഫ് a t സ്ക്വയർ, ലെറ്റ് മീ റൈറ്റ് ഹാഫ്. എ എത്രയാണ് കുട്ടികളെ? 10i പ്ലസ് 4j. ടി എത്രയാണ്? അറിയില്ല. ടി അറിയുമോ? ഇല്ല, വി ഡോണ്ട് നോ ടി. അപ്പോൾ ടി സ്ക്വയർ, ഐ ഹാവ് റിട്ടൺ ടി സ്ക്വയർ. ഓക്കെ, ഇനി നമുക്ക് ഇത് ഐ ഉള്ള ടേമുകളെല്ലാം ഒന്നിപ്പിക്കാം, ജെ ഉള്ള ടേമുകളെല്ലാം ഒന്നിപ്പിക്കാം. ഇവിടെ 20i പ്ലസ് y0j അതുപോലെ എഴുതി. ഇനി ഐ ഉള്ളത് ആദ്യമേ എഴുതാൻ ഞാൻ എത്രയാണ്? 5 ഐ ഉള്ള ടേമുകൾ, that is j term. This is 5 t square i ഉള്ള ആദ്യം എഴുതി. പിന്നെ j ഉള്ള ടേമുകൾ 5t പ്ലസ് 2t സ്ക്വയർ വാട്ട് j. ഇത് കണ്ടോ, നിങ്ങളുടെ 2 വെക്ടർ ഉണ്ട്. RHS ഒരു വെക്ടർ ഉണ്ട്,
LHS ഒരു വെക്ടർ ഉണ്ട്. LHS, RHS രണ്ട് വെക്ടർ ഉണ്ട്. അവ ഈക്വൽ ആണെന്നാണ് ക്വസ്റ്റ്യനിൽ പറയുന്നത്. ഈക്വൽ ആണെങ്കിൽ അവിടെ കമ്പോണന്റുകൾ ഈക്വൽ ആണ്. I കമ്പോണന്റ് മസ്റ്റ് ബി ഈക്വൽ ടു ദിസ്. കണ്ടോ, I കമ്പോണന്റുകൾ ഇക്വേറ്റ് ചെയ്യാം, J കമ്പോണന്റും ഇക്വേറ്റ് ചെയ്യാം. ആദ്യമേ I കമ്പോണന്റ് ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ടൈം കിട്ടും. ആ ടൈം കൊണ്ട് J കമ്പോണന്റ് ഇക്വേറ്റ് ചെയ്യുമ്പോൾ Y0 കിട്ടും. See here. Therefore, let us write this one. What is that? Let me first equate 20 is equal to 5t square or 5t square is equal to 20. Therefore, t is equal to 2 seconds. T is equal to 2 seconds. T is equal to 2 seconds. ഇനി ഇത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? ഇത് കൊണ്ടുപോയിട്ട് വേണം നമ്മൾ y0യിൽ അപ്ലൈ ചെയ്യാൻ. അപ്പോൾ y0 രണ്ടാമത്തെ ഇക്വേഷൻ നോക്കൂ. y0 is equal to 5t plus 2t square. അപ്പോൾ 5 2s are 10, 18 കിട്ടും, 18 മീറ്റർ. അപ്പോൾ നമുക്ക് എന്താണ് ആൻസർ കിട്ടുക? 2 സെക്കൻഡും 18 മീറ്ററും. 2 സെക്കൻഡും 18 മീറ്റർ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ജസ്റ്റ് ആ തന്നിട്ടുള്ള വാല്യൂസ് എല്ലാം കൃത്യമായിട്ട് എടുത്തെഴുതുക. I കമ്പോണന്റുകളെല്ലാം ഒന്നിപ്പിക്കുക, J കമ്പോണന്റുകളെല്ലാം സെപ്പറേറ്റ് എഴുതുക. ദാറ്റ്സ് ഓൾ. മനസ്സിലായോ? മനസ്സിലായോ കുട്ടികളെ? എനി പ്രോബ്ലം? എനി പ്രോബ്ലം? ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. സി, ലുക്ക് അറ്റ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് വളരെ സിമ്പിൾ ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. ദ പൊസിഷൻ വെക്ടർ ഓഫ് എ പാർട്ടിക്കിൾ ചേഞ്ചിങ് വിത്ത് ടൈം അക്കോർഡിംഗ് ടു റിലേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് തന്നിട്ടുണ്ട്. വാട്ട് ഈസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ആക്സിലറേഷൻ t is equal to 1 സെക്കൻഡ്. ഇതെന്താ? പൊസിഷൻ വെക്ടർ ആണ് തന്നിട്ടുള്ളത്. കണ്ടോ, ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുകയാണെങ്കിൽ വെലോസിറ്റി വെക്ടർ കിട്ടും. വീണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ആക്സിലറേഷൻ ഈസി ആയിട്ട് പോകാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഇതാ. R പൊസിഷൻ വെക്ടർ ആസ് എ ഫംഗ്ഷൻ ഓഫ് ടൈം ഈസ് ഈക്വൽ ടു 515t square what I plus 4 minus 20t square J. Just differentiate it with respect to time, you will get velocity. Velocity is equal to dr by dt. dr by dt, time derivative of this. Velocity is equal to dr by dt. Just differentiate it. Differentiate ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, ഈ 15 പോലെ തന്നെ I ഒരു കോൺസ്റ്റന്റ് വെക്ടർ ആണ്. അപ്പോൾ I അതുപോലെ തന്നെ എഴുതണം. I is a constant vector like 15. ഓക്കെ, അതുപോലെ J ഒരു കോൺസ്റ്റന്റ് വെക്ടർ ആണ്, അതുകൊണ്ട് അത് അതുപോലെ തന്നെ എഴുതണം. സി, കോൺസ്റ്റന്റ് വെക്ടർ ആണ് I is a constant vector just like 15. അപ്പോൾ ഇത് എത്ര കിട്ടി? 15i into 2t എന്ന് വന്നു. 2t എന്ന് പറഞ്ഞാൽ എത്രയാ? 30ti. 30ti പ്ലസ്, ഇനി നോക്കിയ കുട്ടികളെ, ഇത് 4j ആണ്. ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. ഈ J ഇതിനും കൊടുക്കാം. 4j, 4ഉം Jയും കോൺസ്റ്റന്റ് ആണ്. അതുകൊണ്ട് 4jനെ വിത്ത് റെസ്പെക്ട് ടു ടൈം ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 0 കിട്ടും. Therefore this is 0. ഇനിയും ഇതെത്ര കിട്ടും? 40 minus 40 what? t. J also is what? അപ്പോൾ വീണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്യൂ. വീണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആക്സലറേഷൻ കിട്ടും. ആക്സലറേഷൻ ഈസ് ഈക്വൽ ടു dv by dt. ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ നോക്കിയാൽ നിങ്ങൾ 30യും iയും കോൺസ്റ്റന്റുകളാണ്. വിത്ത് റെസ്പെക്ട് ടു t ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് 30i മൈനസ് ഇത് 40യും jയും കോൺസ്റ്റന്റുകളാണ്. വാട്ട് യു ഗെറ്റ് ഈസ് 40j. ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് വേണം. ഏത് സമയത്തെ മാഗ്നിറ്റ്യൂഡ് വേണം? t is equal to 1 സെക്കൻഡിൽ അല്ലേ? ഇറ്റ് ഈസ് എ കോൺസ്റ്റന്റ് ആക്സിലറേഷൻ. ഹാവ് യു സീൻ? ഇതെപ്പോഴും കോൺസ്റ്റന്റ് ആണ്. t is equal to 1 സെക്കൻഡിലും t is equal to 2 സെക്കൻഡിലും t is equal to എനി ടൈം ഇത് കോൺസ്റ്റന്റ് ആണ്. ബിക്കോസ് ദർ ഇസ് നോട്ട് t ഹിയർ. ഇറ്റ് ഈസ് നോട്ട് എ ഫംഗ്ഷൻ ഓഫ് ടൈം. ഇറ്റ്സ് നോട്ട് എ ഫംഗ്ഷൻ ഓഫ് ടൈം. ഇറ്റ്സ് എ കോൺസ്റ്റന്റ് വെക്ടർ. Therefore, its magnitude at any time, magnitude at any time is equal to root 30 square plus minus 40 all square. How much you will get? You will get 50. So at any time, its magnitude is 50. Okay? മനസ്സിലായോ? മനസ്സിലാവുന്നുണ്ടോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്തൊരു ഹോംവർക്ക് ക്വസ്റ്റ്യൻ ആണ്. കാരണം എല്ലാ ക്വസ്റ്റ്യനും ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ലാസ്റ്റ് പോർഷൻ വരെ എത്താൻ പറ്റില്ല. ഇത് നോക്കൂ നിങ്ങൾ, ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം.
നിങ്ങൾ സ്വന്തം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. പാർട്ടിക്കിൾ മൂവ്സ് ഫ്രം ദ പോയിന്റ് എന്ന് പറഞ്ഞാൽ R0 വന്നിട്ടുണ്ട്. ഓരോന്നും ഞാൻ ഇവിടെ എഴുതാം, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. ദിസ് ഈസ് R0 ചിൽഡ്രൻ, ദിസ് ഈസ് R0. ഓക്കെ, T is equal to ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് U വെക്ടർ U തന്നിട്ടുണ്ട്. ഇറ്റ് ഈസ് ആക്റ്റഡ് അപ്പോൺ എ കോൺസ്റ്റന്റ് ഫോഴ്സ് വിച്ച് പ്രൊഡ്യൂസസ് എ കോൺസ്റ്റന്റ് ആക്സലറേഷൻ തന്നിട്ടുണ്ട്. ദിസ് ഈസ് ആക്സലറേഷൻ. വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ഓഫ് ദ പാർട്ടിക്കിൾ ഫ്രം ദ ഒറിജിൻ? R കണ്ടുപിടിക്കുക, R മാഗ്നിറ്റ്യൂഡ് ലാസ്റ്റ് കണ്ടുപിടിക്കുക. ഇക്വേഷൻ ഏതാണെന്ന് നിങ്ങൾക്ക് അറിയാം. R ഈസ് ഈക്വൽ ടു R0 തന്നിട്ടുണ്ട്, പ്ലസ് UT, U തന്നിട്ടുണ്ട്, Tയും തന്നിട്ടുണ്ട്, Uവും Tയും തന്നിട്ടുണ്ട്, UT പ്ലസ് ഹാഫ് A തന്നിട്ടുണ്ട്, T നമുക്കറിയാം, T². അപ്പം നിങ്ങൾക്ക് ഇവിടെ ഒരു വെക്ടർ കിട്ടും. മേ ബി ഞാനൊരു ഉദാഹരണം പറയാം. ഇങ്ങനെ ഒരു വെക്ടർ കിട്ടിയെന്ന് വിചാരിക്കുക, 20I പ്ലസ് 20J, ഇങ്ങനെ ഒരു വെക്ടർ കിട്ടിയെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പൊ ഇതിന്റെ ലെങ്ത് ആണ് ചോദിച്ചിട്ടുള്ളത്. വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ഓഫ് ദ പാർട്ടിക്കിൾ ഫ്രം ഒറിജിൻ? ഒറിജിനിൽ നിന്ന് ഈ പൊസിഷൻ വെക്ടറിന്റെ എന്ന് പറഞ്ഞാൽ പൊസിഷൻ വെക്ടറിന്റെ ലെങ്ത് എത്ര എന്നാണ് ചോദ്യം. അപ്പൊ എത്ര കിട്ടും? പൊസിഷൻ വെക്ടറിന്റെ ലെങ്ത് ഫ്രം ഒറിജിൻ ഇറ്റ് വിൽ ബി 20√2 എന്ന് കിട്ടും. 20√2 അത് തന്നെയാണ് ആൻസർ കിട്ടാൻ പോകുന്നത് കേട്ടോ. യു മേ ഡു യുവർ സെൽഫ്. 20√2 എന്ന് കിട്ടും. ഓപ്ഷൻ ബി. സ്വന്തം ചെയ്തു നോക്കിയേ നിങ്ങൾ. ഇപ്പൊ തന്നെ ചെയ്തു. ഞാൻ ഈ പറയുന്ന സമയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ദാറ്റ് ഈസ് വാട്ട് യു ഹാവ് ടു ഡു. ആൻസർ ഈസ് 20√2. യു മേ ഡു യുവർ സെൽഫ് ആൻഡ് ചെക്ക് യുവർ സെൽഫ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ നിങ്ങൾ. അടുത്തത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നോക്കൂ. എ പാർട്ടിക്കിൾ മൂവ് സച്ച് ദാറ്റ് ദ പൊസിഷൻ വെക്ടർ R of T നോക്കിയേ, cos ωt I പ്ലസ് sin ωt J. അപ്പം ആ തന്നിട്ടുള്ള പൊസിഷൻ വെക്ടറിനെ ഞാൻ അതുപോലെ എടുത്തെഴുതുക. R ഈസ് ഈക്വൽ ടു, നോക്കൂ കുട്ടികളെ, വാട്ട് ഈസ് ദാറ്റ്? cos ωt what I പ്ലസ് sin ωt what J. ദിസ് ദ പൊസിഷൻ വെക്ടർ ഗിവൺ. ഇനിയും നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത് constant at T is time. Okay. Then which of the following statement is true for the velocity V of T and acceleration A of T? ഇതിന് ആക്സലേഷൻ ഉണ്ട്, ബിക്കോസ് പൊസിഷൻ ഈസ് എ ഫംഗ്ഷൻ ഓഫ് ടൈം അല്ലേ. അപ്പം ആക്സലേഷൻ വെലോസിറ്റി ഉണ്ട്. ഈ വെലോസിറ്റി ആക്സലേഷൻ പെർപെൻഡിക്കുലർ ആണോ പാരലൽ ആണോ എന്നൊക്കെയാണ് ചോദ്യം. അതിന് നിങ്ങൾ വെലോസിറ്റി കണ്ടുപിടിക്കൂ, ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മതി. ജസ്റ്റ് ഡിഫറൻഷിയേറ്റ് ഇറ്റ്. യു വിൽ ഗെറ്റ് കോസിന്റെ ഡെറിവേറ്റീവ് മൈനസ് ഒമേഗ പുറത്തേക്ക് വരും, സൈൻ ωt I പ്ലസ് ഒമേഗ കോസ് ωt J. വെലോസിറ്റി കിട്ടിക്കഴിഞ്ഞു. ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മതി. കോസിന്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ ആണെന്നും സൈൻ്റെ ഡെറിവേറ്റീവ് കോസ് ആണെന്നും നിങ്ങൾക്ക് അറിയാം. ഓക്കെ, ചെയിൻ റൂൾ അപ്ലൈ ചെയ്യണം. അങ്ങനെയാണ് ഒമേഗ പുറത്തേക്ക് വരുന്നത്. വെൻ യു അപ്ലൈ ചെയിൻ റൂൾ ωt യു ഹാവ് ടു ഡിഫറൻഷിയേറ്റ് അഗെയിൻ. ഇനിയും ആക്സലറേഷൻ വീണ്ടും നിങ്ങൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഒരു തവണയും കൂടെ ഒമേഗ വരും, മൈനസ് അവിടെ സ്റ്റേ ചെയ്യും. മൈനസ് ω² കോസ് ωt I. പിന്നെ ഇവിടെ എന്താണ്? മൈനസ് ആകും, കോസിന്റെ ഡെറിവേറ്റീവ് മൈനസ് ആണ്, മൈനസ് ω² സൈൻ ωt J എന്ന് വന്നു. ഇതിടെ ഞാൻ നോക്കിയ കുട്ടികളെ മൈനസ് ഒമേഗ കോമൺ ഔട്ട് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ മൈനസ് ω² കോമൺ ഔട്ട് ചെയ്യുകയാണെങ്കിൽ ബാക്കി എനിക്ക് വരുന്ന കോസ് ωt പ്ലസ് സൈൻ ωt എന്നാണ്. എന്താ കോസ് ωt I പ്ലസ് സൈൻ ωt J എന്ന് പറയുന്ന ആറ് തന്നെയല്ലേ? CR. I can write acceleration like this. What? മൈനസ് ω² R എന്ന് പറഞ്ഞാൽ എന്താ? R ഒരു വെക്ടറാണ്, A ഒരു വെക്ടറാണ്. ഈ മൈനസ് ഉള്ളത് കൊണ്ട് നമുക്ക് എന്ത് പറയാം? A and R are anti-parallel. A and A is anti-parallel to R. A is anti-parallel to R. ഇനി നമുക്ക് ഓപ്ഷൻ ചെക്ക് ചെയ്യാൻ തുടങ്ങാം. സി, V is perpendicular to R and A is directed away from origin. Away from origin എന്ന് പറഞ്ഞാൽ തെറ്റാണ്. ബിക്കോസ് സി, ഹിയർ there is a minus sign. R ഇങ്ങനെയാണെങ്കിൽ, if this is R, A is towards the origin ആയിരിക്കും. സി, R is away from the origin. Try to understand. എയും ആറും ആന്റി പാരലൽ വെക്ടേഴ്സ് ആണ്, നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു. R is away from the origin. A is opposite to that, means A is towards the origin ആണ്. അപ്പൊ ഈ ഓപ്ഷൻ തെറ്റാണ്. R is away from the origin എന്ന് പറയുന്നത് തെറ്റാണ്. It's wrong അല്ലേ? It's wrong. Away from origin, that's wrong.
V and A both are perpendicular to R. തെറ്റാണ്. A is not perpendicular to R. Vയുടെ കാര്യം നമുക്ക് അറിയില്ല, നമ്മൾ കണ്ടുപിടിക്കും. വിയുടെ കാര്യം നമുക്ക് അറിയില്ല, പെർപെൻഡിക്കുലർ ആണോ അല്ലയോ എന്ന് കണ്ടുപിടിക്കാം. പക്ഷെ ഇവിടെ A പെർപെൻഡിക്കുലർ ടു R എന്ന് പറയുന്നതുകൊണ്ട് അത് തെറ്റാണെന്ന് പറയാം. V and R both are parallel to R. പാരലൽ അല്ല, ആന്റി പാരലൽ ആണ്. ആറിന് പാരലൽ അല്ലല്ലോ, A ആന്റി പാരലൽ ആണ്. അപ്പൊ V is perpendicular to R and A is directed towards the origin. ഇതാണ് കറക്റ്റ്. ഇനി V പെർപെൻഡിക്കുലർ ആണോ എന്ന് എങ്ങനെ അറിയുക? How will you find V perpendicular? പെർപെൻഡിക്കുലർ ആണോ എന്ന് അറിയാം, ഇതിന്റെ ഡോട്ട് പ്രോഡക്റ്റ് ഒന്ന് എടുത്ത് നോക്കിയാൽ മതി. നോക്കിയ കുട്ടികളെ, R ഡോട്ട് V നിങ്ങൾക്ക് എന്താ കിട്ടുന്നത്? ഡു ഇറ്റ് ഇൻ യുവർ ഹെഡ്. R ഡോട്ട് V നിങ്ങൾക്ക് 0 എന്ന് കിട്ടുന്നുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കി, കോയിഫിഷ്യന്റ് മൾട്ടിപ്ലൈ ചെയ്യൂ. ഇവിടെ മൈനസ് ഒമേഗ സൈൻ ഒമേഗ ടി കോസ് ഒമേഗ ടി എന്ന് വരും. ഇവിടെ ഒമേഗ സൈൻ ഒമേഗ ടി കോസ് ഒമേഗ ടി എന്ന് വരും. അത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ 0 കിട്ടും. Therefore V dot R dot V 0 ആയതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് പറയാം? R is അല്ലെങ്കിൽ V is perpendicular to R എന്ന് പറയാം. V is perpendicular to R എന്ന് പറയാം. V is perpendicular to R. V is perpendicular to R. അപ്പൊ സിറ്റുവേഷൻ എന്താണെന്ന് അറിയാവോ? പൊസിഷൻ വെക്ടറിന് എപ്പോഴും വെലോസിറ്റി പെർപെൻഡിക്കുലർ ആണ്. അതുപോലെ പൊസിഷൻ വെക്ടറിന് എപ്പോഴും ആക്സലറേഷൻ ആന്റി പാരലൽ ആണ്. ഇത് എന്ത് സിറ്റുവേഷൻ ആണെന്ന് അറിയാവോ? സിറ്റുവേഷൻ ഇസ് ദിസ്. സീ ഹിയർ. ഒരു യൂണിഫോം സർക്കുലർ മോഷന്റെ സിറ്റുവേഷൻ ആണിത്. സി വെൻ ദ പാർട്ടിക്കിൾ ഈസ് റൊട്ടേറ്റിംഗ്, മൂവിങ് along a circle with constant speed v, here is the speed v. Try to understand, the position vector r and v are perpendicular. Try to understand, this is the position vector r and this is v. They are always perpendicular and the particle has centripetal acceleration, you know. Appa r is directed away from the origin and acceleration is directed towards the origin, therefore they are anti-parallel. നമ്മൾ എന്താണ് കണ്ടതപ്പോ? വെലോസിറ്റി perpendicular to what? Velocity perpendicular to position vector ആണ്. ആക്സലറേഷൻ എന്താണ്? ആന്റി പാരലൽ ടു ആർ ആണ്. ഓക്കെ, ആക്സലറേഷനും വെലോസിറ്റിയും പെർപെൻഡിക്കുലർ ആണ്. ആക്സലറേഷനും വെലോസിറ്റിയും പെർപെൻഡിക്കുലർ ആണ്. ആക്സലറേഷൻ വെലോസിറ്റി നോക്കിയാണെങ്കിൽ ദേ ആർ പെർപെൻഡിക്കുലർ. ആക്സലറേഷനും പൊസിഷൻ വെക്ടറും നോക്കിയാണെങ്കിൽ ദേ ആർ ആന്റി പാരലൽ. പൊസിഷൻ വെക്ടറും വെലോസിറ്റി നോക്കുകയാണെങ്കിൽ ദേ ആർ പെർപെൻഡിക്കുലർ. ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, ഇനി അടുത്തത് പ്രൊജക്ടൈൽ മോഷനെ കുറിച്ചാണ് നമുക്ക് അറിയേണ്ടത്. പ്രൊജക്ടൈൽ മോഷൻ കുറെ ഇക്വേഷൻസ് ഉണ്ട്, എല്ലാം പഠിപ്പിക്കാനല്ല ഞാൻ വന്നത്. ഓക്കെ, പ്രൊജക്ടൈൽ മോഷൻ അതിന്റെ ഹൈറ്റിന്റെ, റേഞ്ചിന്റെ, അതുപോലെ ഇക്വേഷൻ ഓഫ് ട്രജക്ടറി, ടൈം ഓഫ് ഫ്ലൈറ്റ്, ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അതെല്ലാം പറഞ്ഞു തരാൻ എനിക്ക് സമയമില്ല. ഇതിന്റെ ഏതാനും കോൺസെപ്റ്റുവൽ ആയിട്ടുള്ള പ്രോബ്ലം ചെയ്തുകൊണ്ട് നമുക്ക് മുന്നേറാം. ഓക്കെ, പ്രൊജക്ടൈൽ മോഷൻ. ഇതിൽ നോക്കിയേ, നിങ്ങൾ നോക്കൂ, ദ ട്രജക്ടറി ഓഫ് എ പ്രൊജക്ടൈൽ ഇൻ വെർട്ടിക്കൽ പ്ലെയിൻ. ഒരു ട്രജക്ടറി ഇക്വേഷൻ തന്നിട്ടുണ്ട്. ഇവിടെ ശ്രദ്ധിക്കൂ എല്ലാവരും. ട്രജക്ടറി ഇക്വേഷൻ y is equal to alpha x minus beta x square, where alpha and beta are constant and x and y are respective horizontal and vertical distance of projectile from the point of projection. Okay, എന്ന് പറഞ്ഞാൽ എക്സും വൈയും പ്രൊജക്ടൈലിന്റെ കോർഡിനേറ്റ് ആണ്. The angle of projection theta and the maximum height attained HR respectively. See, ഇത് നിങ്ങൾക്ക് പ്രൊജക്ടൈലിന്റെ ജനറൽ ഇക്വേഷൻ അറിയാമെങ്കിൽ, എന്താ ജനറൽ ഇക്വേഷൻ? ഡു യു നോ? പ്രൊജക്ടൈലിന്റെ ജനറൽ ഇക്വേഷൻ y is equal to tan theta into x minus g divided by 2 u square cos square theta into x square എന്നുള്ള ജനറൽ ഇക്വേഷൻ ഉണ്ട്. ഇത് അറിയില്ലെങ്കിലും ഇതറിഞ്ഞാൽ വെൽ ആൻഡ് ഗുഡ്. നമുക്ക് എന്ത് ചെയ്യാം? ഉടനെ എക്സിന്റെ കോയിഫിഷ്യന്റും ഇതും നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു ആൽഫ എന്ന് കിട്ടും. ഓക്കെ, ആൽഫ എന്ന് കിട്ടും. അപ്പൊ നിങ്ങൾക്ക് ഈസി ആയിട്ട് തീറ്റ ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ആൽഫ എന്നൊക്കെ പറയാം. പക്ഷെ ഇതിന്റെ മാത്തമെറ്റിക്കലി ഇതെങ്ങനെ ചെയ്യാം? ഈവൻ ഇഫ് യു ഡോണ്ട് നോ ദ ഇക്വേഷൻ, മറന്നുപോയെന്ന് വിചാരിക്കുക. ട്രജക്ടറി ഇക്വേഷൻ മറന്നുപോയാലും കുറച്ച് മാത്തമെറ്റിക്കൽ ബ്രെയിൻ ഉള്ള കുട്ടികൾക്ക് ഇത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. കുട്ടികളെ, നമുക്ക് വേണ്ടത് ഈ ആംഗിൾ ആണ്, ഇല്ലേ? ഈ ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടുത്തെ സ്ലോപ്പ് കണ്ടുപിടിക്കാൻ എന്ത് കിട്ടും? എക്സ് ഈസ് ഈക്വൽ ടു 0 സ്ലോപ്പ് കണ്ടുപിടിക്കാൻ ടാൻ തീറ്റ കിട്ടില്ലേ? സ്ലോപ്പ് കണ്ടുപിടിക്കൂ, ടാൻ തീറ്റ കിട്ടും. എന്നിട്ട് തീറ്റ ഇൻവേഴ്സ് ചെയ്താൽ മതി. എക്സ് ഈസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ ഇതിന്റെ സ്ലോപ്പ്, ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്തു വിത്ത് റെസ്പെക്ട് ടു എക്സ്. അപ്പൊ നിങ്ങൾക്ക് സ്ലോപ്പ് കിട്ടും. സ്ലോപ്പ്, വാട്ട് ഈസ് ദാറ്റ്? സ്ലോപ്പ് ദാറ്റ് ഈസ് dy by dx. Differentiate that, what you will get? Alpha minus 2 beta x എന്ന് കിട്ടി.
ഇനി എവിടുത്തെ സ്ലോപ്പ് ടാൻ തീറ്റേനെ തരും? അറ്റ് എക്സ് ഈസ് ഈക്വൽ ടു 0-യിൽ നോക്കി, ദിസ് ഈസ് എക്സ് ഈസ് ഈക്വൽ ടു 0 ചിൽഡ്രൻ. ഓക്കെ, എക്സ് ഈസ് ഈക്വൽ ടു 0-യിൽ ഈ സ്ലോപ്പ് എന്താണ്? അറ്റ് എക്സ് ഈസ് ഈക്വൽ ടു 0, അറ്റ് എക്സ് ഈസ് ഈക്വൽ ടു 0 ഈ സ്ലോപ്പ് എന്ന് പറയുന്നത് ടാൻ തീറ്റ ഇനീഷ്യൽ ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു എക്സ് ഈസ് ഈക്വൽ ടു 0 കൊടുക്കണം അല്ലേ? അപ്പോൾ ആൽഫ എന്ന് കിട്ടി. എക്സിന് 0 കൊടുക്കണം. ദിസ് ടൈം വിൽ ഗോ ആൽഫ എന്ന് കിട്ടി. ഫ്രം ഹിയർ യു ക്യാൻ സേ തീറ്റ ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ആൽഫ. ടാൻ ഇൻവേഴ്സ് ആൽഫ എക്സ് ഈസ് ഈക്വൽ ടു. ഇനിയും നിങ്ങൾക്ക് വേണ്ടത് എന്താ? മാക്സിമം ഹൈറ്റ് എന്ന് പറഞ്ഞാൽ വൈയുടെ മാക്സിമം വാല്യൂ. വൈയുടെ മാക്സിമം വാല്യൂവിൽ ഇതിൻ്റെ ഡെറിവേറ്റീവ് എന്തായിരിക്കും? അങ്ങനെ ആലോചിച്ച് നോക്കൂ. വൈയുടെ മാക്സിമം വാല്യൂ ഇതിൻ്റെ ഡെറിവേറ്റീവ് 0 ആയിരിക്കും ഇല്ലേ? അപ്പോൾ dy by dx അറ്റ് y മാക്സിമം വാല്യൂവിൽ എന്തായിരിക്കണം? 0 ആയിരിക്കണം. 0 ആയിരിക്കണം എന്ന് പറഞ്ഞാൽ ഇതിനെ 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുക. അപ്പോൾ എക്സ് കിട്ടും. ആ എക്സ് ഇതിൽ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് y മാക്സ് അല്ലെങ്കിൽ മാക്സിമം ഹൈറ്റും കിട്ടും. ഓക്കെ, അപ്പം അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു എത്ര കിട്ടി? എക്സ് ഈസ് ഈക്വൽ ടു ആൽഫ ഡിവൈഡ് ബൈ 2 ബീറ്റ എന്ന് കിട്ടി. ശരിയല്ലേ? ഇതിനെ ഞാൻ 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്തു, എന്നിട്ട് എക്സ് സോൾവ് ചെയ്തു, ആൽഫ ബൈ 2 ബീറ്റ എന്ന് കിട്ടി. ഇനി എന്ത് കിട്ടി? ആ എക്സ് കോർഡിനേറ്റ് കിട്ടി എനിക്ക് എന്ന് പറഞ്ഞാൽ മാക്സിമം ഹൈറ്റിൻ്റെ എക്സ് കോർഡിനേറ്റ് കിട്ടി. മാക്സിമം ഹൈറ്റ് എന്ന് പറയുന്നത് വൈ കോർഡിനേറ്റ് ആണ് മാക്സിമം ഹൈറ്റ് അല്ലേ? അപ്പോൾ വൈ മാക്സ് ഈസ് ഈക്വൽ ടു എത്ര കിട്ടും? ലെറ്റ് മീ റൈറ്റ് നെക്സ്റ്റ് പേജ്. ലെറ്റ് മീ ടേക്ക് വൈ മാക്സ് ഈസ് ഈക്വൽ ടു see okay, let me adjust in this page itself. Okay, y max is equal to alpha x. appa alpha x എത്ര കിട്ടിയേ? ആൽഫ ഡിവൈഡഡ് ബൈ 2 ബീറ്റ മൈനസ് ബീറ്റ എക്സ് സ്ക്വയർ. ബീറ്റ ആൽഫ ഡിവൈഡ് ബൈ 2 ബീറ്റ ഓൾ സ്ക്വയർ. സിമ്പിൾ അല്ലേ ഇത്? വാട്ട് യു വിൽ ഗെറ്റ്? ആൽഫ സ്ക്വയർ ഡിവൈഡഡ് ബൈ 4 ബീറ്റ എന്ന് കിട്ടി. ആൽഫ സ്ക്വയർ ഡിവൈഡഡ് ബൈ 4 ബീറ്റ. ഹിയർ ഈസ് ദ ആൻസർ. DPP ഫുൾ ചെയ്താൽ ജെയ്ക്ക് നല്ല സ്കോറിൽ എത്താൻ പറ്റും, ക്രാക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഇത് പക്ക മാത്തമെറ്റിക്കൽ അപ്രോച്ച് ഞാൻ ചെയ്ത കേട്ടോ. ഇത് നിങ്ങൾക്ക് ഇക്വേഷൻ ഓഫ് ട്രാജക്ടറി ഓർമ്മയുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറസ്പോണ്ടിങ് പാർട്ട് കമ്പയർ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പറയാൻ പറ്റും. ബട്ട് യൂസ് യുവർ മാത്തമെറ്റിക്കൽ ബ്രെയിൻ. ഫിസിക്സ് ഈസ് മോർ അബൌട്ട് മാത്സ്. ഓക്കെ, നെക്സ്റ്റ് വൺ. അടുത്ത ക്വസ്റ്റ്യൻ. A shell is fired from a fixed artillery gun with the initial speed u such that it hits the target on the ground at a distance r from it. Theta t1 t2 are the values of the time taken by it to hit the target in two possible ways. The product of t1 and t2. ഒരു ടാർജറ്റിനെ ഹിറ്റ് ചെയ്യാൻ നോക്കിയേ. സപ്പോസ് യു ഹാവ് എ ടാർജറ്റ്. You can use two angles. They are what? Complementary angle. You know. ഒരു ടാർജറ്റിനെ ഹിറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് 2 ആംഗിൾ ഫയർ ചെയ്യാം. കീപ്പിംഗ് ദ ഇനീഷ്യൽ വെലോസിറ്റി സെയിം. ഇനീഷ്യൽ വെലോസിറ്റി കോൺസ്റ്റന്റ് ആക്കിക്കൊണ്ട് 2 ആംഗിളിൽ ഹിറ്റ് ചെയ്താൽ ഒരെണ്ണം തീറ്റയാണ്, ഒരെണ്ണം 90 മൈനസ് തീറ്റ ആയിരിക്കും. കോംപ്ലിമെന്ററി ആംഗിൾ ആയിരിക്കും. ദിസ് ഈസ് തീറ്റ ആൻഡ് ദിസ് ഈസ് 90 മൈനസ് തീറ്റ. യു നോ. ഓക്കെ, നിങ്ങൾക്ക് T1 ഇൻറ്റു T2 ആണ് വേണ്ടത്. T1 എന്ന് പറഞ്ഞാൽ ടൈം ഓഫ് ഫ്ലൈറ്റ് ഓഫ് ദ ഫസ്റ്റ് വൺ. T1 ലെറ്റ് മീ റൈറ്റ്. T1 ഈസ് ഈക്വൽ ടു ടൈം ഓഫ് ഫ്ലൈറ്റിൻ്റെ ഇക്വേഷൻ എന്താണെന്ന് ഓർമ്മയുണ്ടോ എല്ലാവർക്കും? ടൈം ഓഫ് ഫ്ലൈറ്റ് ഈസ് ഈക്വൽ ടു 2u sin theta divided by g. 2u sin theta by g. T2 എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ടൈം ഓഫ് ഫ്ലൈറ്റ്. 2u sin 90 മൈനസ് തീറ്റ എന്ന് പറഞ്ഞാൽ കോസ് തീറ്റ ബൈ ജി. എന്തുകൊണ്ടാണ് കോസ് എഴുതിയേ? ഒരെണ്ണം തീറ്റയാണ്, ഒരെണ്ണം 90 മൈനസ് തീറ്റ. വെറുതെ തീറ്റ നല്ല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ 1 ഈസ് തീറ്റ, ഇത് അതർ 1 ഈസ് 90 മൈനസ് തീറ്റ. നമുക്കിത് രണ്ടും കൂടെ എന്ത് ചെയ്യാം? മൾട്ടിപ്ലൈ ചെയ്യാം. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും?
you will get 4u square t1 into t2. t1 t2 is equal to 4u square sin theta cos theta divided by g square. ഞാൻ ഈ 4u സ്ക്വയറിനെ ഞാൻ എന്ത് ചെയ്യുന്നു എന്നറിയാം, ഒരു ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുക. ഇവിടെ ഒരു 2 നിലനിർത്തുന്നു, ഒരു g ഇവിടെ നിലനിർത്തുന്നു, എന്നിട്ട് 4ൻ്റെ 2 ഞാൻ ഇവിടെ ഇട്ട് കൊടുക്കുന്നു. 2 സൈൻ തീറ്റ കോസ് തീറ്റ സൈൻ 2 തീറ്റയാണല്ലോ. ഒരു g ഉള്ളത് ഇവിടെ ഇട്ട് കൊടുത്തു. ഒന്നുകൂടെ ഞാൻ വൃത്തിയായിട്ട് എഴുതാം. ലെറ്റ് മീ ഷോ യു വാട്ട് ഐ ആം ഡൂയിങ്. t1 into t2 പ്രോഡക്റ്റ് ഓഫ് ദ ടൈം ഓഫ് ഫ്ലൈറ്റ് ഈസ് ഈക്വൽ ടു, ഞാൻ ഒരു 2ഉം ഒരു ജിയും ഇവിടെ ഇട്ടു, യു സ്ക്വയർ യു ഇൻറ്റു യു സ്ക്വയർ എഴുതി, ഒരു ടി ഇവിടെ 2 അവിടെ ഇട്ടു, സൈൻ തീറ്റ കോസ് തീറ്റ ഡിവൈഡഡ് ബൈ ഒരു ജി ഇവിടെ ഞാൻ ഇട്ടു. ഇതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ ബ്രാക്കറ്റിലുള്ളത് റേഞ്ച് ആണ് അല്ലേ. യു സ്ക്വയർ സൈൻ 2 തീറ്റ ബൈ ജി റേഞ്ച് അല്ലേ. അപ്പം t1 ഇൻറ്റു t2 എന്ന് പറയുന്നത് 2r ബൈ ജി ആയിരിക്കും. 2r ബൈ ജി t1 into t2 is equal to 2r by g. r by g അല്ല 2r by g. ഓക്കെ, 2r by g. ഓക്കെ, വി ഷാൽ സി. ഇതൊരു ഹോംവർക്കായിട്ട് ചെയ്യുക കേട്ടോ. ഇതൊരു ഹോംവർക്കായിട്ട് നിങ്ങൾ ചെയ്യണം. കാരണം അതേ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഇതേ ടൈപ്പ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കിയേ. 2 projectiles are projected from the same point with same speed u such that they have same range ആയതുകൊണ്ട് സെയിം സ്പീഡിലാണ് പ്രൊജക്റ്റ് ചെയ്തിട്ടുള്ളത്. സെയിം റേഞ്ച് ആയതുകൊണ്ട് ഒരെണ്ണം തീറ്റ എന്ന് എടുക്കുക, ഒരെണ്ണം 90 മൈനസ് തീറ്റ എന്ന് എടുക്കുക, ബട്ട് ഡിഫറൻറ്റ് ഹൈറ്റ്. ഓക്കെ, ദാറ്റ് മീൻസ് ദിസ് ഈസ് ദ സിറ്റുവേഷൻ, സെയിം സിറ്റുവേഷൻ. സി, ദിസ് ഈസ് ദ സിറ്റുവേഷൻ there. Here is the situation. ഓക്കെ, അപ്പോൾ ഒരെണ്ണത്തിൻ്റെ ഹൈറ്റ് h1, ഒരെണ്ണത്തിൻ്റെ ഹൈറ്റ് h2. h1 ഇൻറ്റു h2 നിങ്ങൾ ചെയ്ത് നോക്കിയാൽ എന്ത് കിട്ടുമെന്നാണ് ചോദ്യം. അപ്പോൾ ഇക്വേഷൻ ഞാനൊന്ന് എഴുതി തരാം. h1ഉം h2ഉം എങ്ങനെ എഴുതാം നിങ്ങൾക്കറിയാം. ഹൈറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്, യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ 2g ആണ് ഹൈറ്റ് ഇല്ലേ. അപ്പോൾ h2 എങ്ങനെ എഴുതണം, യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ എന്നുള്ളത് സൈൻ സ്ക്വയർ 90 മൈനസ് തീറ്റ വിച്ച് ഇസ് കോസ് സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ 2g. ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യും കുട്ടികളെ. രണ്ടും മൾട്ടിപ്ലൈ ചെയ്ത് റീഅറേഞ്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടും. 16h1 h2 ഈസ് ഈക്വൽ ടു r സ്ക്വയർ എന്ന് കിട്ടും. കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത പോലെ തന്നെ കുറച്ച് മാനിപ്പുലേഷൻ ചെയ്യേണ്ടി വരും. ലിറ്റിൽ മാനിപ്പുലേഷൻ ഇഫ് യു ഡു യു ക്യാൻ എൻഡ് അപ്പ് വിത്ത് ദാറ്റ്. സമയമില്ല, അതുകൊണ്ട് ഞാൻ കുറച്ച് സ്പീഡിൽ അത് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ദ പൊസിഷൻ ഓഫ് എ പ്രൊജക്ടൈൽ ലോഞ്ച്ഡ് ഫ്രം ദ ഒറിജിൻ അറ്റ് t ഈസ് ഈക്വൽ ടു 0 ഈസ് ഗിവൺ ബൈ. ഒരു പൊസിഷൻ തന്നിട്ടുണ്ട്. പൊസിഷൻ അറ്റ് t ഈസ് ഈക്വൽ ടു 2. പ്രൊജക്ടൈൽ വാസ് ലോഞ്ച്ഡ് അറ്റ് ആൻ ആംഗിൾ തീറ്റ ഫ്രം ദ ഹൊറിസോണ്ടൽ ദെൻ തീറ്റ ഈസ് ഈക്വൽ ടു. ഓക്കെ, തീറ്റ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അത് സിമ്പിൾ ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. പൊസിഷൻ ഓഫ് ദ പ്രൊജക്ടൈൽ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. പൊസിഷൻ തന്നിട്ടുള്ളത് കൊണ്ട് നിങ്ങൾക്ക് തീറ്റ കണ്ടുപിടിക്കാൻ പറ്റും ഇതിൽ നിന്ന്. ഓക്കെ, ഇതിൻ്റെ എക്സ് കമ്പോണൻ്റ് ഉണ്ട്, വൈ കമ്പോണൻ്റ് ഉണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് തുടങ്ങിത്തരാം. ഇത് നിങ്ങൾക്ക് ഹോംവർക്കായിട്ട് ചെയ്യാം. ആർ എന്ന് പറഞ്ഞാൽ എക്സ് ഉണ്ട്, എക്സ് ഐ പ്ലസ് വൈ ജെ ആണ് ആർ. എക്സ് എന്ന് പറഞ്ഞാൽ എന്താ, യു കോസ് തീറ്റ ഇൻറ്റു ടി ആണ് എക്സ് എന്ന് പറയുന്നത്. u cos theta into t, ux into t, let us write it like that, ux into t, ut half at square ഇല്ല, കാരണം horizontally there is no acceleration. y എന്ന് പറഞ്ഞാൽ എന്താണ് കുട്ടികളെ, uyt minus half gt square. ഓക്കെ, ഇതിൽ നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ തീറ്റ കണ്ടുപിടിക്കുക. കാരണം എക്സ് ഇവിടെ തന്നിട്ടുണ്ട്, ഇതാ എക്സ് ഇതാണ്, വൈ ഇവിടെ തന്നിട്ടുണ്ട്,
ടൈം തന്നിട്ടുണ്ട്, ടൈം 2 സെക്കൻഡിലാണ്. അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുക, ആംഗിൾ തീറ്റ കണ്ടുപിടിക്കുക. ഓക്കെ, ഡു ഇറ്റ് ആസ് എ ഹോംവർക്ക്. ഇനി റിലേറ്റീവ് മോഷന്റെ ഒരു പ്രോബ്ലം കൂടെ ചെയ്തുകൊണ്ട് നമുക്ക് നിർത്താം. ഇതൊരു ഇൻട്രസ്റ്റിംഗ് പ്രോബ്ലമാണ്. നോക്കി, അഡ്വാൻസ് ചോദിച്ച പ്രോബ്ലമാണിത്. ബുദ്ധിമുട്ടൊന്നുമില്ല, ലോജിക്കായിട്ട് ആലോചിക്കുവാണെങ്കിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. നോക്കൂ, എ പ്ലെയിൻ എ ആൻഡ് ബി ആർ ഫ്ലൈയിങ് വിത്ത് കോൺസ്റ്റന്റ് വെലോസിറ്റീസ് ഇൻ ദ സെയിം വെർട്ടിക്കൽ പ്ലെയിൻ അറ്റ് ആൻ ആംഗിൾ 30 and 60. കണ്ടോ, ഈ ഫ്ലൈറ്റ് ഉണ്ടല്ലോ, അത് ഇങ്ങനെ മൂവ് ചെയ്യുന്നു അറ്റ് ആൻ ആംഗിൾ 30 വിത്ത് ദ ഹൊറിസോണ്ടൽ, രണ്ടാമത്തെ 60-ൽ. അപ്പൊ ഇവ തമ്മിൽ കൊളൈഡ് ചെയ്യാൻ സാധ്യതയുണ്ടാവാം. നോക്കിയേ, സംവെയർ ഹിയർ ഇറ്റ് ക്യാൻ കൊളൈഡ്. ഓക്കെ, കൊളൈഡ് ചെയ്യണമെന്ന് നിർബന്ധമില്ല, കൊളൈഡ് ചെയ്യാൻ സാധ്യതയും തള്ളിക്കളയാൻ പറ്റില്ല. ഹിയർ ദേ ക്യാൻ കൊളൈഡ്. ഇത് രണ്ടും ഇങ്ങനെ പാരലായിട്ടാണ് പോയിരുന്നുവെങ്കിലോ, 30 ആയിരുന്നുവെങ്കിലോ, they will never collide. Okay, they cannot collide because they are going parallel. They are not parallel, therefore they can collide. Horizontal respectively are shown in the figure. Speed of A തന്നിട്ടുണ്ട് കുട്ടികളെ, 100√3 meter per second. എയുടെ സ്പീഡ് തന്നിട്ടുണ്ട്. At t is equal to 0, അതിൻ്റെ സ്പീഡ് ഇതായിരുന്നു, കോൺസ്റ്റന്റ് സ്പീഡിലാണ് പോകുന്നത്. ഇത് എപ്പോഴും 100√3 ആണ് ഇതിൻ്റെ സ്പീഡ്. An observer at A finds B at a distance 500. എയിൽ നിന്ന് നോക്കുമ്പോൾ ബി ഇതാ 500 മീറ്റർ അകലെയാണ് ഇപ്പോൾ. ഓക്കെ, 500 മീറ്റർ അകലെയാണ്. t is equal to 0. This observer see B is moving with constant velocity perpendicular to the line of motion of A. ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ബിയുടെ വെലോസിറ്റി എ കാണുന്നത്. എന്ന് പറഞ്ഞാൽ റിലേറ്റീവ് വെലോസിറ്റി ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു എ ഈസ് പെർപെൻഡിക്കുലർ ടു ദിസ് ലൈൻ. Okay, A. At t is equal to 0, constant particular velocity of line of A. If at t is equal to 0, A just escape being hit by B. A just escape by hit by B എന്ന് പറഞ്ഞാൽ അത് രണ്ടും ഓൾമോസ്റ്റ് കൊളൈഡ് ചെയ്തു എന്ന് തന്നെയാണ് അർത്ഥം. എന്ന് പറഞ്ഞാൽ അത് രണ്ടും ഓൾമോസ്റ്റ് ഒരേ പൊസിഷനിലെത്തി. സി, സംവെയർ they reached both. Hit by B, T0 എത്ര? ഒന്നുകൂടെ ക്വസ്റ്റ്യൻ നിങ്ങൾ വായിച്ചു നോക്കിയേ. ഒന്നുകൂടെ ക്വസ്റ്റ്യൻ മനസ്സിരുത്തി വായിച്ചു നോക്കുക. ഇനി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറയാം. സി, ബിയുടെ വെലോസിറ്റി നമുക്കറിയില്ല. വി ഡോണ്ട് നോ ദ വെലോസിറ്റി ഓഫ് ബി. ലുക്ക് ഹിയർ ചിൽഡ്രൻ, നമുക്ക് ബിയുടെ വെലോസിറ്റി അറിയില്ല. ബിയുടെ വെലോസിറ്റി ഞാൻ തൽക്കാലം ലുക്ക് വി ബി എന്ന് എടുക്കുന്നു. വെലോസിറ്റി ഓഫ് ബി എന്താണ് ഞാൻ എടുക്കുന്നത്? വി ബി. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കുക, ഞാൻ ചെയ്യാൻ പോകുന്നത് വെലോസിറ്റി ഓഫ് ബിയെ പാരലൽ ടു എയും എയ്ക്ക് പാരലായിട്ടൊരു കമ്പോണൻറ്റും എയുടെ ഡയറക്ഷന് പെർപെൻഡിക്കുലർ ആയിട്ടൊരു കമ്പോണൻറ്റുമായിട്ട് റീസോൾവ് ചെയ്യുന്നു. ഒന്നുകൂടെ ഞാൻ വൃത്തിയായിട്ട് റീസോൾവ് ചെയ്യാം. വെലോസിറ്റി ഓഫ് ബി ഈസ് ഗോയിങ് ടു ബി റിസോൾവ് പാരലൽ ടു ദ ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് എ. എയുടെ ഡയറക്ഷൻ ഓഫ് മോഷന് പാരലായിട്ട് എന്ന് പറഞ്ഞാൽ ഇത് പാരലായിട്ട്. പിന്നെയോ പെർപെൻഡിക്കുലർ ടു ദാറ്റ്. സി, പെർപെൻഡിക്കുലർ ടു ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് എ. ഇങ്ങനെ റീസോൾവ് ചെയ്തു. അതിൻ്റെ കാരണം എന്താണെന്നറിയാവോ? അതിൻ്റെ കാരണം ഈ പറഞ്ഞതാണ്. ഒബ്സർവർ എ ഫൈൻഡ്സ് ബി അറ്റ് എ ഡിസ്റ്റൻസ് 500. ദിസ് ഒബ്സർവർ സി ബി മൂവിങ് വിത്ത് കോൺസ്റ്റന്റ് വെലോസിറ്റി പെർപെൻഡിക്കുലർ ടു ലൈൻ ഓഫ് മോഷൻ ഓഫ് എ. ലൈൻ ഓഫ് മോഷൻ ഓഫ് എക്ക് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ബി മൂവ് ചെയ്യുന്നതായിട്ട് എ കാണുന്നത്. അപ്പൊ ഇവ കൊളൈഡ് ചെയ്യണമെങ്കിൽ ഉണ്ടല്ലോ എപ്പോഴും ഈ റിലേറ്റീവ് വെലോസിറ്റി ഉണ്ടല്ലോ, റിലേറ്റീവ് വെലോസിറ്റി ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു എ മസ്റ്റ് ബി ടുവേഴ്സ് എ. അപ്പൊ എ മസ്റ്റ് ബി ഹിയർ. സി, ദ ഒബ്ജക്റ്റ് എ, ഫ്ലൈറ്റ് എ മസ്റ്റ് ബി ഹിയർ ആൻഡ് ഇറ്റ് ഹാസ് സം വെലോസിറ്റി. ഐ ഡോണ്ട് നോ ഹൗ മച്ച് ഇറ്റ് ഈസ്. ഇറ്റ് ഈസ് ഗിവൺ. എയുടെ വെലോസിറ്റി തന്നിട്ടുണ്ട് കേട്ടോ. വെലോസിറ്റി ഓഫ് എ ഈസ് ഗിവൺ. അപ്പൊ എ നോക്കുമ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഇനി ഞാൻ പറയുന്നത് എ നോക്കുമ്പോൾ, ലെറ്റ് മീ ഡ്രോ ഇറ്റ് അഗെയിൻ. എ നോക്കുമ്പോഴുണ്ടല്ലോ ബിയുടെ വെലോസിറ്റി ടുവേഴ്സ് ഇറ്റ് ആണ്. എന്ന് പറഞ്ഞാൽ ബി ഈസ് അപ്രോച്ചിങ് എ എന്ന് പറഞ്ഞാൽ എന്താ? ഈ എയുടെ വെലോസിറ്റി ഉണ്ടല്ലോ ആയിരിക്കണം ബിയുടെ ഈ പാരലൽ കമ്പോണന്റിന്റെ വെലോസിറ്റി. ഞാൻ ഇതിനെ വി ബി പാരലൽ എന്ന് വിളിക്കുന്നു. വി ബിയുടെ പാരലൽ കമ്പോണന്റ്. ഇതോ വെലോസിറ്റി ഓഫ് ബിയുടെ പെർപെൻഡിക്കുലർ കമ്പോണന്റ്, പെർപെൻഡിക്കുലർ ടു എ. അപ്പൊ ഇതിൽ നിന്ന് ഒരു കാര്യം ഉറപ്പാണ്, വെലോസിറ്റി ഓഫ് എയും
വെലോസിറ്റി ഓഫ് ബിയുടെ പാരലൽ കമ്പോണന്റും സെയിം ആയിരിക്കണം. അപ്പോൾ നമ്മൾ ഇക്വേറ്റ് ചെയ്യാമല്ലോ നമുക്ക്. ലെറ്റ് us equate them. What is that? VB parallel എന്ന് പറഞ്ഞാൽ ഈ ആംഗിൾ എത്രയാണ്? 30 ആയിരിക്കും. See, what is this angle? That is very obvious. This angle 30, 60 minus 30. കുട്ടികളെ ഇത് ഇവിടെ നിന്ന് ഇവിടം വരെ 60, ഇവിടെ നിന്ന് ഇവിടം വരെ 30, കണ്ടോ? 60 minus 30. അപ്പോൾ ഈ ആംഗിൾ 30 ആണ്. അപ്പോൾ വി ബി പാരലൽ എന്ന് പറഞ്ഞാൽ വി ബി കോസ് 30. ഐ ക്യാൻ റൈറ്റ് വി ബി കോസ് 30. ലെറ്റ് മീ റൈറ്റ് വി ബി കോസ് 30 equal to VA. VB cos 30 is equal to VA. VA എനിക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ VB cos 30യുടെ വാല്യൂ √3/2, VAയുടെ വാല്യൂ 100, ശരിയല്ലേ? 100√3. അങ്ങനെ VB എനിക്ക് കിട്ടി എത്ര? 200 എന്ന് കിട്ടിയില്ലേ? 200. ലെറ്റ് മീ റൈറ്റ് നീറ്റ്ലി. VB what I got is 200 here. Velocity of B is 200. ഇനിയും ഇപ്പോൾ ഇവ തമ്മിലുള്ള അകലം എത്രയാണെന്നാണ് പറഞ്ഞത്? 500 ആണെന്ന് പറഞ്ഞു. സി ദിസ് ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ നൗ ഈസ് 500. ഈ 500 ഈ റിലേറ്റീവ് വെലോസിറ്റി ഈ കമ്പോണൻറ്റിൽ ക്രോസ് ചെയ്യണം. അപ്പോൾ ഇതിനെടുക്കുന്ന ടൈം എന്താ? ഈ 500നെ വി ബി പെർപെൻഡിക്കുലർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ വി ബി പെർപെൻഡിക്കുലറോടെ ഞാൻ കണ്ടുപിടിക്കാൻ പോവുകയാണ്. സി വെലോസിറ്റിയുടെ പെർപെൻഡിക്കുലർ കമ്പോണൻറ്റ് ഞാനൊന്ന് കണ്ടുപിടിക്കുകയാണ്. നോക്കൂ, വി ബിയുടെ പെർപെൻഡിക്കുലർ കമ്പോണൻറ്റ് വാട്ട് ഈസ് ദാറ്റ്? വി ബി സൈൻ 30, വി ബി സൈൻ 30, വി ബി സൈൻ 30, സൈൻ 30 1/2. അപ്പം 100 എന്ന് കിട്ടി. 100. അപ്പോൾ 500 ഡിസ്റ്റൻസ് മൂവ് ചെയ്യണം with 100 meter per second velocity. Therefore, what is the time taken? Time taken T0 is equal to relative displacement S relative divided by V relative. V relative എത്രയാണ്? 100 ആണ്. S relative എത്രയാണ്? 500 ആണ്. അപ്പോൾ 500 divide by 100 is equal to 5 second. അപ്പോൾ 5 സെക്കൻഡിൽ എന്ത് ചെയ്യും? They hit. ഓക്കെ. അപ്പോൾ ഞാൻ 2-3 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഹോംവർക്ക് തന്നിട്ടുണ്ട്. ഇനിയും DPPയിലുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ടോപ്പിക് വൈസ് ആയിട്ട് ചെയ്ത് അതിൻ്റെ സൊല്യൂഷനും ടെക്സ്റ്റുവൽ സൊല്യൂഷനും വീഡിയോ സൊല്യൂഷനും അവൈലബിൾ ആണ്. നിങ്ങളത് നോക്കി പഠിക്കുക. എല്ലാം ടൈപ്പ് ടു ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഓരോ ടോപ്പിക്കിൽ നിന്നും. അപ്പോൾ അതിൻ്റെ സിൻസിയറായിട്ട് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ 99 ഡേയ്സിൽ 99% നമുക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ഹാർഡ് വർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രോബ്ലംസ് എല്ലാം ചെയ്ത് പഠിക്കുക. ഡൂയിങ് ഈസ് പ്രാക്ടീസിങ്. ഓക്കെ. ഇപ്പം ചെയ്താൽ മാത്രമേ നിങ്ങൾ പഠിക്കുകയുള്ളൂ. നോക്കിയിരുന്നിട്ടൊന്നും ഒരു കാര്യമില്ല. പ്രോബ്ലം ചെയ്ത് പഠിക്കുക. താങ്ക് യു ഫോർ ബീയിങ് വിത്ത് മീ. സി യു. ക്ലാസ് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. വേറൊരു ചാപ്റ്ററുമായിട്ട് വേറൊരു ദിവസം നമുക്ക് കണ്ടുമുട്ടാം. താങ്ക് യു.